അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകദാലിക അസ്റനാ അലൈഹിം ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വഅന്ന അസ്സാഅത ലാ റൈബ ഫീഹാ ഇദ് യതനാസഊന ബൈനഹും അംറഹും ഫഖാല ഇബ്നു അലൈഹിം ബുന്യാന റബ്ബുഹും അഅലമു ബിഹിം ഖാല അല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദാ. സല്ലല്ലാഹു അലൈഹി. സഹോദരന്മാരെ, നമ്മളിവിടെ വരെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു നിർത്തിയിരുന്നത്. ആ ആയത്തിന് കൂടുതൽ വിശദീകരിക്കാനില്ല, ബന്ധത്തിന് വേണ്ടി ആയത്തിന്റെ അർത്ഥം പറഞ്ഞുകൂടെ. ഫകദാലിക അപ്രകാരം 21-ാമത്തെ ആയത്ത്. ഫകദാലിക ഇപ്രകാരം അഅ്സർന അലൈഹിം അവരെ നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു. 21-ാമത്തെ ആയത്ത്. ലിയഅലമു അവരറിയാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി, അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്, വഅന്ന സാഅത ഈ ലോകാവസാനം എന്ന് പറയുന്നത് ലാ റൈബ ഫീഹാ അതിൽ സംശയമില്ല എന്നും കാണിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി. ഇത് ഇനി ഓർമ്മിക്കുക. യതനാസഊന ബൈനഹും അവർ തമ്മിൽ തർക്കിച്ചിരുന്നു. ബൈനഹും അംറഹും അവരുടെ കാര്യത്തിൽ തർക്കിച്ചിരുന്നു. ഫഖാലു അവർ പറഞ്ഞു, ബിനു അലൈഹി ബുന്യാന ഫഖാലു ബിനു അലൈഹി ബുന്യാന ഇവർക്ക് മേലെ ഒരു കെട്ടിടം പണിയുക എന്നവർ പറഞ്ഞു. റബ്ബുഹും അഅലമു ബിഹിം ഇവരെ പറ്റി അവരുടെ രക്ഷിതാവിനാണല്ലോ നന്നായി അറിയാ എന്നും ആ കൂട്ടർ പറഞ്ഞു. ഖാല അല്ലദീന ഗലബു അലാ അംരിഹിം കാര്യത്തിൽ വിജയം നേടിയവർ പറഞ്ഞു, ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ അവർക്ക് മേലെ നമുക്ക് ഒരു പള്ളി പണിയാം എന്ന് പറയുകയും ചെയ്തു. അപ്പോ ഖുർആൻ ആ സംഭവത്തിന്റെ വിശദീകരണങ്ങൾ ഇത്ര പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു നിർത്തിയത്, ഉണർന്ന് എഴുന്നേറ്റപ്പോൾ ആഹാരത്തിന് ആവശ്യമായിട്ട് വെള്ളി നാണയവുമായിട്ട് ഒരാളെ പറഞ്ഞയച്ചു നഗരത്തിലേക്ക് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നീട് അള്ളാഹു പറയുന്നത് അപ്രകാരം അവരെ പറ്റിയ ആ നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു, കാണിച്ചു കൊടുത്തു എന്നാണ്. അഅ്സർന അലൈഹിം നാം അവരെ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോ പിന്നീട് എന്തുണ്ടായി, എന്ത് സംഭവിച്ചു? അതൊക്കെ ആളുകൾക്ക് സ്വാഭാവികമായി ഊഹിക്കാനും മനസ്സിലാക്കാനും തെറ്റാതെ മനസ്സിലാക്കാനും കഴിയുന്ന കാര്യങ്ങളായതുകൊണ്ട് അള്ളാഹു അത് പ്രത്യേകം പരാമർശിക്കാൻ പോയില്ല. ആർക്കും അറിയാം, ഈ വെള്ളി നാണയം കാണുമ്പോൾ പഴയ കാലഘട്ടത്തിൽ ഒരു വെള്ളി നാണയമായിട്ട് ഒരാൾ കടയിൽ വന്നാൽ ആളുകൾ അത്ഭുതത്തോടെ നോക്കാൻ സാധ്യതയുണ്ട്. ഈ കൊണ്ടുവരുന്ന ആളാണെങ്കിൽ ഇത് പഴയതാണെന്ന് ഓർക്കാതെയാണ് അയാൾ വരുന്നത്. അയാൾ ഇന്നലെ ഉറങ്ങിയ മാതിരി അയാൾക്ക് തോന്നുന്നത്. അപ്പൊ സ്വാഭാവികമായും സംസാരങ്ങൾ നടക്കും, ഇവരുടെ രഹസ്യം വെളിപ്പെടും. അത് സ്വാഭാവികമായി ആർക്കും മനസ്സിലാവാം. എന്നിട്ട് പിന്നീട് ഇവർ എത്ര കാലം ജീവിച്ചു, ഈ ഗുഹാവാസികള്, എന്നാണ് ഇവർ മരണപ്പെട്ടത്, ആ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഖുർആൻ മൗനമാണ്, ഒന്നും പറയുന്നില്ല. പിന്നെ ഖുർആൻ പറയുന്നത് എന്താ? ലിയഅലമു ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുണ്ടായ പ്രയോജനം എന്താണെന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും, ലോകാവസാനം സംഭവിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതെങ്ങനെ ഉറപ്പിക്കാം? ഏറ്റവും ചുരുങ്ങിയത് ആ ഗുഹാവാസികളായ ഏതാനും ആളുകളുണ്ടല്ലോ, അവർക്ക് ഉറപ്പായിട്ട് പടച്ചോൻ പറഞ്ഞ വാഗ്ദാനങ്ങളൊക്കെ സത്യമാണ്. വേറെ ആർക്കില്ലെങ്കിലും അവർക്ക് ഉറപ്പായിട്ട് പടച്ചോൻ ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. ഒരു 300 കൊല്ലം ഉറങ്ങി എഴുന്നേറ്റൊരു മനുഷ്യനെ ഏതായിരുന്നാലും പരലോകത്തെ പറ്റി ഒരു സംശയം ഉണ്ടാവില്ല. ഈ ഉറങ്ങിയിട്ട് 300 കൊല്ലമായി എന്നൊരാൾ വിളിച്ചുകൊണ്ട് പറഞ്ഞാൽ, അങ്ങനെ ഉറങ്ങാൻ ആർക്കെങ്കിലും ഭാഗ്യം ഉണ്ടായാൽ, എന്നിട്ട് ഇവിടുന്ന് ഉണർന്നു വരാൻ ഭാഗ്യം ഉണ്ടായാൽ അയാളെ സംബന്ധിച്ച് ഏതായിരുന്നാലും സംശയം ഉണ്ടാവില്ല ലോകാവസാനം പരലോകം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ. അവർക്ക് അത് കാണാൻ ഇടവരുന്ന ഒരു നാട്ടുകാർ നമ്മൾ ആ സദസ്സിലുണ്ട് നോക്കുക, നമുക്കും ഉറപ്പാകും ഈ ആളുകൾ 300 കൊല്ലമായിട്ട് ഉറങ്ങിക്കിടക്കായിരുന്നു, ഇപ്പൊ എഴുന്നേറ്റതാണ് എന്ന്. അവരെ കാണാനൊരു വിധി, അങ്ങനത്തെ ഒരു വിഭാഗത്തെ കാണാൻ നമുക്ക് ആർക്കെങ്കിലും യോഗം ഉണ്ടാവുകയാണെങ്കിൽ നമുക്കും ഉറപ്പാവും ഇത് സംഗതി സത്യമാണ്, അള്ളാന്റെ വാഗ്ദാനം സത്യമാണ്, ലോകാവസാനം ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. ആ കാലഘട്ടത്തിലെ സംഭവം ഈ പറയുന്നത്. നമ്മൾ ആ കാലഘട്ടത്തിലുമില്ല, ഉറങ്ങിയ ആൾക്കാർ നമ്മളും അല്ല. പക്ഷെ ഖുർആൻ ഇത് സത്യസംബന്ധമായിട്ടാണ് പരാമർശിക്കാന്ന് ഉറപ്പുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ റബ്ബിന് ഈ ദുനിയാവിൽ തന്നെ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അള്ളാഹുവിന്റെ മറ്റു വാഗ്ദാനങ്ങളും സത്യമാണ്, ലോകാവസാനം ഉണ്ടാവുമെന്ന് ഉറപ്പിക്കുകയും ചെയ്യാം. ഇതാണ് ആ കഥ കൊണ്ട് കിട്ടേണ്ട, ചരിത്രം കൊണ്ട് കിട്ടേണ്ട പ്രയോജനം. പിന്നെ പറയുന്നത് ആ കഥയുടെ ബാക്കി എന്തായി എന്നാണ്. ആളുകൾ തർക്കിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ്?
ഒരു കൂട്ടർ പറഞ്ഞു നമുക്കെന്തെങ്കിലും ബിൽഡിങ്ങുകൾ പണിയാമെന്ന്, ഒരു കൂട്ടർ പറഞ്ഞു നമുക്കൊരു പള്ളി പണിയാമെന്ന്. ഈ പള്ളി പണിയാമെന്ന് പറഞ്ഞ ആളുകളാണ് വിജയിച്ചത് എന്നും ഖുർആൻ പറയുന്നു. അപ്പോ അവസാനം പള്ളി പണിയുകയാണ് അവിടെ ഉണ്ടായത് എന്നും ഖുർആൻ പറയും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. എന്താ ഈ സംഭവത്തിന്റെ ആ ഭാഗം അള്ളാഹു നമുക്ക് പറഞ്ഞു നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്? എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒരു സാഹചര്യത്തെ പറ്റി പറഞ്ഞു തന്നത്? ഗുഹാവാസികളുടെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിൽ ചൊല്ലിക്കൊടുക്കുന്നതിന് മുമ്പ് ആ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു, നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം അവർക്കറിയാമായിരുന്നു? ഏതുവരെയാണ് അവർ സംസാരിക്കാറുണ്ടായിരുന്നത്? ഗുഹാവാസികൾ ഉണർന്ന വരെയോ അതിന് ശേഷമുള്ളതിനെ പറ്റിയോ ഏതുവരെയാണ്? അത് വ്യക്തമല്ല. അതായത് ഗുഹാവാസികളെ സംഭവം അങ്ങനെ പറയുന്നല്ലാതെ ആ കഥയുടെ എവിടം വരെയാണ് ആ നാട്ടുകാർക്ക് അറിയാമായിരുന്നത്, സംസാരിച്ചിരുന്നത് എന്ന് വ്യക്തമല്ല. ഖുർആൻ ആ കാര്യം സംസാരിച്ചപ്പോൾ ആവശ്യമായി മനുഷ്യരുടെ ശ്രദ്ധ പോയി പെടേണ്ട ഭാഗങ്ങളൊക്കെ പറഞ്ഞിട്ട് എങ്ങാണ്ടോ കേട്ടറിഞ്ഞ് പറയുന്ന മാതിരിയല്ല, കണിശമായി അതിന്റെ ശേഷമുള്ള കാര്യങ്ങളും അറിയാവുന്ന ഒരു കേന്ദ്രത്തിൽ നിന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വചനങ്ങൾ ലഭിക്കുന്നത് എന്ന് ആ കേൾക്കുന്ന ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അങ്ങനെ ഉണർന്ന് അവസാനിക്കുകയല്ല ചെയ്ത്, ഉണർന്നവര് അതിനുശേഷം അവർ മരണപ്പെടുകയും ചെയ്തിട്ട് ആ നാട്ടുകാർ അവർക്ക് ഒരു സ്മാരകം പണിതിരുന്നു, ഒരു പള്ളി പണിയുക വരെ ചെയ്തിരുന്നു എന്ന കാര്യവും കൂടി അറിയാം. ഇത് നബി പറയുമ്പോൾ ഊഹിക്കാൻ സാധ്യതയാണ് ഈ പറയുന്നത്. എന്താ സാധ്യത? ഈ വിവരങ്ങൾ ആ നാട്ടിൽ പ്രചാരത്തിലുള്ള ഒരു വിഷയമായിരിക്കണമെന്നില്ല. ആ വിഷയമാണെങ്കിലല്ലേ നബിക്കാരോടെങ്കിലും കേട്ടുപഠിച്ച് പറയാൻ പറ്റുള്ളൂ. ആ കഥയുടെ ആ ഭാഗങ്ങൾ നാട്ടിൽ പ്രചാരത്തിലില്ലാതിരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊല്ലി പറയുകയും ചെയ്യുമ്പോൾ ആളുകളുടെ വായടഞ്ഞു പോകും. ഇത് മുഹമ്മദിന് ആര് പറഞ്ഞു കൊടുത്തതല്ല, അള്ളാഹുവിന്റെ കലാമ് തന്നെയാണ്, വഹി തന്നെയാണ് എന്ന് ഉറപ്പാവും. അതിനാണ് റബ്ബ് ആ ഭാഗം ചൂണ്ടിക്കാണിച്ചത്, കഥയുടെ ബാക്കി ഭാഗം കൂടി. വേറെ എന്താ കൊണ്ട് കിട്ടാനുള്ളത്? ഇവിടെ മനുഷ്യരിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു സമ്പ്രദായമാണ്, ആരോടെങ്കിലും അത്ഭുതം തോന്നുകയോ അല്ലെങ്കിൽ അമിതമായ ബഹുമാനവും സ്നേഹവും തോന്നുകയോ ചെയ്താല് ആ ആളുകൾക്ക് സ്മാരകം പണിയണം എന്നൊരു ചിന്ത മനുഷ്യരിൽ പലപ്പോഴും കാണപ്പെടാറുണ്ട്. ഖുർആൻ ഒരു ചരിത്രം പറഞ്ഞിട്ട് പറയാണ്, മുമ്പ് ഗുഹാവാസികളെ സംഭവം ഉണ്ടായപ്പോഴും ആ നാട്ടുകാർക്ക് തോന്നിയത് അവിടെ ഒരു സ്മാരകം പണിയണമെന്നാണ്. ഇത് മനുഷ്യരുടെ ഒരു ജന്മസിദ്ധമായ ഒരു ശീലമാണ്, അങ്ങനെ ഉണ്ടാവണം. ഖുർആന്റെ ആ പരാമർശം തെറ്റല്ലാന്ന് നിങ്ങൾ ദുനിയാവ് മുഴുവൻ നടന്നാൽ കാണും. എല്ലാ നഗരത്തിലും റോഡിലും ഒക്കെ ഓരോ നാട്ടിലും ഉണ്ട് പ്രതിമകൾ. ഒരു നാട്ടുകാരെ മാത്രം സ്വഭാവമല്ലേ, ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഏതെങ്കിലും ബഹുമാനപ്പെട്ട ഒരു വ്യക്തിയുടെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി സ്മാരകം പണിയാന്നുള്ളത് മനുഷ്യന്മാരെ ശീലാണ് കൂട്ടരെ. ആ സ്മാരകം പണിയുന്ന പണി ചിലരെന്താക്കി മാറ്റും? ആരാധനാലയങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കാറുണ്ട്. അതും മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. ഇത് പറഞ്ഞു തരല്ലേ ഖുർആൻ ആവശ്യമുള്ളൂ. അതാ കാലല്ലതീന ഒലബു അല അംബ്രിഹിം, ആ കാര്യത്തിൽ വിജയം നേടിയവർ പറഞ്ഞു നമുക്ക് പള്ളി ഉണ്ടാക്കാമെന്ന്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആന്റെ ആ രീതിയിൽ ആ പറഞ്ഞവരാരാണെന്ന് ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. അതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യം കൂടി ഓർമ്മിക്കാം. ഇവർ ഉണർന്നു വന്നപ്പോൾ ആ നാട്ടിലെ ജനങ്ങൾ ആരായിരുന്നു? എല്ലാവരും വിശ്വാസികളായി മാറിയിരുന്നുവോ? ഖുർആൻ അതിനെപ്പറ്റിയൊക്കെ മൗനമാണ്. ഇവർ 300 കൊല്ലം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ ആ നാട്ടിലെ ഭരണാധികാരിയും നാട്ടുകാരും ഒക്കെ മാറിയിരുന്നു, എല്ലാവരും നല്ലവരായി മാറിയിരുന്നു എന്നൊക്കെ ഉറപ്പിച്ചു പറയാൻ നമ്മളെ പക്കൽ ഒരു തെളിവുമില്ല. ഖുർആൻ നിങ്ങളെ മുന്നിലുണ്ട്. ഖുർആൻ അവരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആ എഴുന്നേറ്റ് വന്നു, ഉണർന്നു വന്നു, ആളുകൾ അവരെ കുറിച്ച് അറിഞ്ഞു. പിന്നീട് അവർ മരിച്ചപ്പോ സ്മാരകം പണിയണമെന്ന് ആ നാട്ടുകാർ പറഞ്ഞു എന്നല്ലാതെ ആ നാട്ടുകാർ നല്ലവരായിരുന്നോ ചീത്തയാളുകളായിരുന്നോ എന്ന് ഖുർആൻ വിശദീകരിക്കുന്നില്ല. തീർന്നില്ല. ഈ പള്ളി പണിയണമെന്ന് തീരുമാനിച്ച വ്യക്തികളും നല്ലവരായിരുന്നോ ചീത്തയാളുകളായിരുന്നോ എന്നും ഖുർആൻ പറഞ്ഞു. ഖുർആൻ ഉപയോഗിച്ച വാക്ക് കാര്യം നേടിയവർ, പ്രബലമായ അഭിപ്രായം പറഞ്ഞവർ, വിജയിച്ചവർ, അത്രേ പറയുന്നുള്ളൂ. അവർ നല്ലവരായിരുന്നോ ചീത്തയാളുകളാണോ എന്നും ഖുർആൻ പറയുന്നില്ല. സാധാരണ ഖുർആന് രീതിയുണ്ട്, പല നല്ല കാര്യങ്ങളും പറഞ്ഞാൽ അവർ ചെയ്തത് എത്ര നല്ലത് എന്ന ഒരു സ്വരത്തിൽ ഒന്ന് ശ്ലാഘിച്ച് പറയാറുണ്ട്, ഒന്ന് പ്രശംസിച്ച് പറയാറുണ്ട്. ഇവിടെ യാതൊരു ശൈലിയുമില്ല. ശ്രദ്ധിക്കുമല്ലോ, ഓർമ്മയിൽ നിൽക്കാനാണ്. അതായത് ഈ ഗുഹാവാസികൾ ഉണർന്നു വന്ന ആ ഒരു 300 കൊല്ലത്തിന് ശേഷമുള്ള ഒരു സന്ദർഭത്തിലെ ആ നാട്ടിലെ ജനങ്ങൾ നല്ലവരായിരുന്നു എന്ന് ഖുർആൻ പറയുന്നില്ല. ഈ പള്ളി പണിയണമെന്ന് തീരുമാനിച്ച ആളുകൾ ആ കൂട്ടത്തിൽ നല്ലവരായിരുന്നു എന്നോ അതും പറയുന്നില്ല. ആ ചെയ്ത പണി ഒരു നന്നായി എന്ന് സൂചിപ്പിക്കുന്ന ഒരു വാചകമുണ്ട് റബ്ബിൻ്റെത്, അതും കാണുന്നില്ല.
പിന്നെ എന്തിനാ പടച്ചവൻ ഇത് പറഞ്ഞത്? റബ്ബ് ഇത് ചൂണ്ടിക്കാണിക്കാൻ. ഒന്ന്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ, ഈ ചരിത്രം പറഞ്ഞത് ആരാടോ ചോദിച്ചു വന്ന് പറഞ്ഞതല്ല. എല്ലാം അറിയുന്ന ഒരു റബ്ബിൽ നിന്ന് വഹീന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. കഥയുടെ ബാക്കി ഭാഗങ്ങളും റബ്ബിനറിയാം. വഹീന്റെ ഭാഗം ഇതാ സ്വീകരിച്ചോളൂ. അതാണ് ഒന്ന്. മറ്റൊന്ന്, മനുഷ്യരുടെ ജന്മസിദ്ധമായ ഒരു വികാരമാണ് പലർക്കും. ഫോട്ടോ തൂക്കാറില്ലേ, സ്മാരകങ്ങൾ പണിയാറില്ലേ ആളുകള്? ഇഷ്ടം തോന്നുകയോ ബഹുമാനം തോന്നുകയോ ചെയ്യുന്ന ആളുകൾക്ക് നേരെ സ്മാരകം പണിയാനോ, ആ സ്മാരകങ്ങൾ എന്തിനാ പിന്നെ ഒരു വെറും ബിൽഡിംഗ് ആക്കുന്നത്? ആർക്കും കടക്കാൻ വയ്യാത്ത, ഇരിക്കാൻ വയ്യാത്തൊരു വെറും ബിൽഡിംഗ് ആക്കണോ? ഏതായാലും ഉണ്ടാക്കില്ല ഒരു ബിൽഡിംഗ്, എന്നാ പിന്നെ അതൊരു ആരാധനാലയം ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കുക മനുഷ്യരൊരു സ്വഭാവമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ്. എന്ന് ഖുർആനിൽ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ പ്രവാചകനോട് പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങളത് ചെയ്യരുത്. അത് അറബിന്റെ പണി. ഇത് മനുഷ്യന്റെ ശീലമാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളത് ചെയ്യരുത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട്. നന്ദികേടിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഖുർആൻ പറഞ്ഞത്? ഇനിയും വരുന്നുണ്ട് ഖുർആനിലെ സംഭവങ്ങൾ. പലരും നന്ദികേട് കാണിച്ച സംഭവങ്ങൾ ഖുർആൻ പറഞ്ഞ് നമ്മൾ നന്ദി കെട്ടവരാവാനാ? അല്ലല്ലോ, നിങ്ങളത് ചെയ്യരുത് എന്ന് പറയാനാ. അതുപോലെയാ ഖുർആൻ ഇത് പറഞ്ഞത്. അല്ല, നമ്മളത് ചെയ്യണമെന്നാണെങ്കിൽ ഖുർആൻ ചെയ്യേണ്ട പണി എന്താണെന്നറിയോ? ആ സംഭവം പറഞ്ഞിട്ട് ആ തീരുമാനം എത്ര നന്നായി, ആ തീരുമാനം എത്ര മെച്ചപ്പെട്ടതായി എന്നൊരു വിശദീകരണം താഴെ പറയണം. മൗനമാണ് ഖുർആൻ ഒന്നും പറഞ്ഞിട്ടുള്ളവരെ പറ്റി. നിങ്ങൾക്കറിയാം, മഹാന്മാരായ ആളുകളോ മറ്റുള്ളവരുടെയോ ഖബറുകൾക്ക് മേലെ എന്തെങ്കിലും നിലക്കുള്ള ബിൽഡിങ്ങുകൾ കെട്ടിയുണ്ടാക്കുന്നത് തന്നെ കർക്കശമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട് എന്ന് എല്ലാവരും ഓർമ്മയിലുണ്ട്. അത്ര കർക്കശമായി നബി സംസാരിച്ച വിഷയങ്ങൾ വളരെ കുറവാണ്. ഓർമ്മിക്കുക, ആ സാധാരണ ജീവിത സമയത്ത് പറഞ്ഞു, ആരോഗ്യമുള്ള സമയത്ത് പറഞ്ഞു, പിന്നീട് മരിക്കാറായ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞു. അതൊരു ഭംഗിവാക്കിന് വർണ്ണനക്ക് പറയുന്ന വാക്കുകളല്ല. പനി പിടിച്ചിട്ട് ക്ഷീണിച്ചിട്ട് പിന്നെ സംസാരിക്കാൻ വയ്യ വേണ്ടത്ര ക്ഷീണിച്ച വർത്തമാനം പറഞ്ഞ ആ രംഗം മനസ്സുകൊണ്ടൊന്ന് കണ്ടു നോക്കൂ നിങ്ങൾ. കിടക്കപ്പായ കിടക്കുന്ന രംഗം. ആ സമയത്ത് ആ പ്രവാചകന്റെ വാക്കുകൾ, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, ജൂത ക്രിസ്ത്യാനികൾക്ക് റബ്ബിന്റെ ശാപം ഉണ്ടാവട്ടെ, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ പ്രവാചകന്മാരുടെയൊക്കെ കബറുകളെ അവർ പള്ളികളാക്കി മാറ്റിയില്ലേ എന്ന് പറഞ്ഞു. ആളുകൾ ഇങ്ങനെ അത്ഭുതപ്പെട്ടു, എന്താ പ്രവാചകൻ ഈ സമയത്ത് പറയുന്നത്, ചുണ്ടാനക്കുന്നതെന്ന് ഓർത്തിരിക്കുമ്പോ ശ്രദ്ധിക്കുമ്പോ നബിയുടെ വാക്കുകൾ ഇതാ, ജൂത ക്രിസ്ത്യാനികളെ റബ്ബ് ശപിക്കട്ടെ, അവരെ കൂട്ടത്തിലെ നബിമാര് മരിച്ചു പോകുമ്പോ ആ നബിമാരെ മറമാടിയിട്ട് അവിടെ പള്ളി ഉണ്ടാക്കിയവര്, ആ ജാതി കുരുത്തക്കേട് ചെയ്തവരാണ് അവര് എന്ന് പറഞ്ഞിട്ട് ഇത് ഉദ്ധരിക്കുന്ന സഹാബികൾ പറയാം, നബി ഞങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയായിരുന്നു, ഇത് ചെയ്യരുത് ചെയ്യരുത്, എന്റെ കബറിടത്തിൽ കെട്ടിപ്പൊക്കരുത് മുന്നറിയിപ്പ് നൽകിയായിരുന്നു. ആ പ്രവാചകൻ മരിക്കാൻ നേരത്തുള്ള ഭയം, തന്റെ അനുയായികളെപ്പറ്റി വിശ്വാസമുണ്ടെങ്കിലും മനുഷ്യന്റെ മനസ്സാണല്ലോ, എന്നോടുള്ള സ്നേഹം ഈ ആളുകൾ എനിക്കൊരു സ്മാരകം പണിയാനുള്ള പ്രേരണയാക്കി കളയുമോ എന്ന് പേടിക്കുകയാണ് മനുഷ്യൻ. എന്നിട്ട് പ്രാർത്ഥിക്കാണ്, പടച്ചവനെ നാട്ടി നിർത്തപ്പെടുന്ന ഒരു വിഗ്രഹമായി മാറരുതേ ഞാൻ. ഈസാ നബി അലൈഹി ഇസ്ലാമിനൊക്കെ സംഭവിച്ച പോലത്തെ ഒരു നിർഭാഗ്യകരമായൊരവസ്ഥ, വല്ലാത്തൊരവസ്ഥയാണുള്ളത്. അദ്ദേഹത്തിന്റെ ചിത്രം അതല്ല, ഒരു ഉറപ്പാണ്. അല്ലെങ്കിൽ ആ ഒരു കോലത്തിൽ പ്രവാചകന്റെ ചിത്രം ലോകത്ത് ബാക്കിയാവാൻ ആഗ്രഹിക്കൂല. അല്ലാത്തൊരവസ്ഥയല്ല നിൽക്കുന്ന ചിത്രം. അപ്പൊ ആ ഒരു ഗതി തനിക്ക് വന്നുകൂടാ, നാട്ടിൽ നിർത്തപ്പെട്ട ഒരു വിഗ്രഹമായി താൻ ഒരിക്കലും മാറ്റപ്പെട്ടുകൂടാ എന്നാ പ്രവാചകൻ പ്രാർത്ഥിച്ചെന്ന്. റബ്ബ പ്രാർത്ഥന സ്വീകരിച്ചല്ലോ, എവിടെയില്ലല്ലോ. 1400 കൊല്ലമായിട്ടുള്ള കാത്തിട്ടുണ്ട്, ഇനി അത് കാക്കുന്ന ഉറപ്പാണ്. അപ്പോ കർക്കശമായി അള്ളാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ വിലക്കിയതാണെന്ന് നമുക്കറിയാം. അപ്പോ ആ കബറിന്റെ മുകളില് പള്ളി ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ കെട്ടി ഉയർത്തുകയോ ആ ജാതി ഒരു പണികളും ചെയ്യാൻ നമുക്ക് പാടില്ല. ഈ ആയത്തിൽ നിന്ന് അങ്ങനെ ഒരു ആശയം കണ്ടെത്താനും പാടില്ല. അങ്ങനെ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരാരും ഖുർആൻ വ്യാഖ്യാതാക്കൾ ആരും കണ്ടെത്തിയിട്ടുമില്ല. ആരും ഒരു ഖുർആൻ വ്യാഖ്യാതാവും കണ്ടെത്തിയിട്ടില്ല. നമ്മളെ നാട്ടിലെ ചില ആളുകൾ ചിലപ്പോൾ ഈ വാക്കുകൾ എടുത്ത് പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആലോചിക്കുന്നത് എന്തിനാണ്, പിന്നെന്തിനാ റബ്ബ് ഇത് പറഞ്ഞത് എന്നാണ്. അത് നബിക്ക് ഈ വിവരങ്ങൾ അറിയുന്നത് റബ്ബിന്റെ വഹി കൊണ്ടാണെന്ന് മനസ്സിലാക്കാനും ആളുകളുടെ ഒരു ശീലമാണിത് എന്ന് ബോധ്യപ്പെടാനും വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഒരു ചിന്തയുണ്ട് മുസ്ലിം ലോകത്ത്. അങ്ങനെ മുസ്ലിം ലോകത്തെന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ അംഗീകരിച്ച അഭിപ്രായം എന്ന അർത്ഥത്തിനല്ല, ഒരു സംസാരം നിങ്ങൾ പിന്നീട് കേൾക്കാനിടണ്ട്. എന്താണെന്നറിയോ? കള്ളമാണ്, അടിസ്ഥാനമില്ല, ഹദീസല്ല, ഒന്നുമില്ല. എന്ത്? ഗുഹാവാസികൾ മരണപ്പെട്ടിട്ടില്ലെന്നും മരിച്ചു പോയിട്ടില്ലെന്നും അവര് വീണ്ടും ഗുഹയിൽ ഉറങ്ങിക്കിടക്കുകയാണ് എന്നും അവസാന കാലഘട്ടത്തിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെയൊക്കെ വരവോടനുബന്ധിച്ചൊരു കാലഘട്ടത്തിൽ ഇവർ വീണ്ടും ഉണർന്നു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുക എന്നുമുള്ള ഒരു അഭിപ്രായം ചിലർ പ്രചരിപ്പിക്കാറുണ്ട്. ഇപ്പോഴും ഗുഹാവാസികൾ അവിടെ ഉറങ്ങിക്കിടക്കുന്നതാണ്.
നിങ്ങൾക്ക് നോക്കാൻ കഴിയില്ല, പേടിച്ചു പോകുന്നൊക്കെ പറഞ്ഞല്ലോ. ആ ആയത്തും കൂട്ടി വായിച്ചിട്ട് ആർക്കും കാണാൻ കഴിയില്ല, അള്ളാഹ് മറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. ഇനി ലോകാവസാനം അടുത്ത നാൾ അവർ എഴുന്നേറ്റ് വരും എന്നെല്ലാം കൂടി പറയുന്നു. ആ വിഷയകമായി അവർ ഉദ്ധരിക്കുന്ന ഒരൊറ്റ ഹദീസും സഹിയല്ല. സഹി പോയിട്ട് ഒരു ഹദീസ് എന്ന് വിളിക്കാൻ പറ്റുന്ന പരമ്പര പോലും ഇല്ലാത്ത വാക്കുകൾ മാത്രമാണ്. ആരോ പറഞ്ഞുണ്ടാക്കിയ ഒരു കഥ പ്രചരിച്ചതാണ്. എന്തിനാ നിങ്ങളോട് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലും ഗുഹാവാസികൾ ഉറങ്ങിക്കിടക്കാണ് ഇപ്പോഴും, ഇനി ഖിയാമത്ത് മുമ്പ് എഴുന്നേറ്റ് വരുന്ന ഒരു വർത്താനം ആരെങ്കിലും പറയുന്നു കേട്ടാ അങ്ങനെ ഉണ്ടോ എന്ന് സംശയിക്കാൻ നിൽക്കണ്ട. അങ്ങനല്ല, കള്ളമാണത്. നബിയുടെ വാക്കുകൾ ആ വിഷയത്തിൽ യാതൊന്നുമില്ല, വെറും കള്ളപ്രചരണം മാത്രമാണ്. ബാക്കി സയഖൂലൂന, അവർ പറയും, സലാസത്തുൻ, മൂന്നാണ്, റാബിയുഹും, അതിലെ നാലാമത്തേത് കൽബും, അവരുടെ നായയാണ് എന്ന് പറയും. വയഖൂലൂൻ, അവർ പറയുന്നു, ഹംസത്തുൻ, 5 പേരാണ്, സാദിസവും, ആറാമത്തേത് കൽബും, അവരുടെ നായയാണെന്ന് പറയുന്നു. റജ്മൻ, ഊഹിച്ചു പറയുകയാണ്, ബിൽ ഒയ്ബി, അദൃശ്യ കാര്യത്തിൽ. ഒയ്ബായ കാര്യം, മറഞ്ഞ കാര്യത്തില് റജ്മൻ ബിൽ ഒയ്ബ് എന്ന് പറയും അറബിയില്. അറിയാത്തൊരു കാര്യം ഊഹിച്ചു പറയാം, അതിന് റജ്മൻ ബിൽ ഒയ്ബ് എന്നാ പറയാം. റജ്മൻ ബിൽ ഒയ്ബ് എന്ന് പറഞ്ഞാല് അറിയാത്തൊരു കാര്യം, മറഞ്ഞു കിടക്കുന്ന ഒരു കാര്യം, അതിങ്ങനെ ഊഹിച്ചു പറയുന്നതിന് അറബിയിൽ പറയുന്ന പ്രയോഗമാണ് റജ്മൻ ബിൽ ഒയ്ബ്. വയഖൂലൂൻ, അവർ പറയുന്നു, സബഅത്തുൻ, 7ആണ്, സാമിനും, അതിൽ 8ാമത്തേത് കൽബും, നായയാണ് എന്നവർ പറയുന്നു. ഖുൽ, നീ പറയുക, റബ്ബി ആലം, എന്റെ രക്ഷിതാവിനറിയാം, ബിഇദ്ദതിഹിം, അവരുടെ എണ്ണം എത്രയാണ്. മാ യഅലമുഹും, അവരെക്കുറിച്ച് അറിയില്ല, ഇല്ല ഖലീൽ, അല്പം പേർക്കല്ലാതെ അറിയില്ല. റബ്ബിനറിയാം, പിന്നെ ചുരുക്കം പേർക്കും അറിയാം. അതുകൊണ്ട് ഫലാ തുമാരി, നീ തർക്കിക്കരുത്, ഫീഹിം, ഇവരുടെ വിഷയത്തിൽ, ഇല്ലാ മിറാഅൻ ലാഹിറ, ഒരു ബാഹ്യമായ തർക്കമല്ലാതെ തർക്കിക്കരുത്. വലാ തസ്തഫ്തി, നീ തീരുമാനം ചോദിക്കുകയും ചെയ്യരുത്, ഫീഹിം, ഇവരുടെ വിഷയത്തിൽ, മിൻഹും, അവരോടാരോടും, ആയത, ഒരാളോടും നീ തീരുമാനം ചോദിക്കുകയും ചെയ്യേണ്ടതില്ല. എന്താന്ന് പറഞ്ഞാല്, എത്രയാണ് ഈ ഗുഹാവാസികൾ, ഫിത്തിയത്തുൻ എന്ന ആയത്തിൽ ഉപയോഗിച്ച് നേരത്തെ, ഏതാനും ചെറുപ്പക്കാരാണ്. അള്ളാഹ്ക്കറിയാം ഇത് വായിക്കുന്ന മനുഷ്യന്റെ മനസ്സ് എവിടേക്കാ പോവാണ്. എത്ര എണ്ണം ഉണ്ടായിരുന്നു അവര്, എത്ര ആളാ ഉണ്ടായിരുന്നത്. ആദ്യം ഖുർആൻ ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞാൽ, ആ നാട്ടിൽ നടക്കുന്ന സംസാരത്തെ വിലയിരുത്തുകയാണ്. ചിലര് പറയും 3 പിന്നെ ഓലൊരു നായും, അങ്ങനെ 4 ആളാണ്, 4 എണ്ണാണ് ആളുള്ളത് എന്ന് പറയും. ചില പറയും 5 ആണ്, അല്ല 6ാമത്തെ നായും കൂടി, അങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നിങ്ങനെ പറയും. ഈ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ട് ഖുർആൻ പറയുന്നത് വെറുതെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. ഒരു അടിസ്ഥാനവുമില്ല, തെളിവുമില്ല, വിവരമില്ലാതെ വെറുതെ പറയുകയാണ്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, ചിലര് പറയും 7ആണ്, 8ാമത്തെ നായയായിരുന്നു, 7 മനുഷ്യന്മാരും 8ാമത്തേതായിട്ടൊരു നായയും എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി അള്ളാഹു ഒരു അഭിപ്രായ പ്രകടനവും നടത്തിയില്ല. ഇത് മോശമാണെന്നോ വിവരക്കേടാണെന്നോ ഒന്നും പറഞ്ഞില്ല. യഖൂലൂന സബഅത്തും വസാമിനും കൽബും എന്ന അഭിപ്രായം പറഞ്ഞതിന് ശേഷം അള്ളാഹു അതൊരു തെറ്റാണെന്നോ മോശമാണെന്നോ ഒരു പരാമർശം നടത്താത്തത് കൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളിൽ മിക്ക പേരും പറയുന്നത് ഇതായിരുന്നു അവരുടെ എണ്ണം എന്നാണ്. എത്ര പേര്? 7ഉം 8ാമത്തേതായിട്ട് 4. ഒരാൾക്ക് ഇപ്പൊ ഈ ഖുർആനായത്ത് ഓതിയിട്ട് അങ്ങനെ തോന്നിയില്ലാന്ന് നോക്കുക, കുറ്റക്കാരനല്ല. ആദ്യത്തെ 2 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞു അത് റജ്മുൻ ബിൽ ഗൈബാണ്, വെറുതെ ഊഹിച്ചു പറയാണ്, അറിയാത്ത കാര്യം. എന്നാൽ 7ഉം 8ാമതൊരു നായയുമാണ് എന്ന് പറഞ്ഞ അഭിപ്രായത്തെ പറ്റി ഖുർആൻ അങ്ങനത്തെ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയില്ല. അതങ്ങ് പറഞ്ഞു പോവാ ചെയ്തു. അത് തെറ്റാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു സ്വരം അള്ളാഹുവിൽ നിന്ന് ഇല്ലാത്തത് കൊണ്ട് പൂർവിക പഴയ കാലഘട്ടം മുതൽക്ക് തന്നെ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ യോജിച്ച് പറയാറുള്ളത് ആ ഗുഹാവാസികൾ 7 പേരായിരുന്നു, 8ാമത്തേതായിട്ട് നായയുമായിരുന്നു. മനുഷ്യരുടെ സ്വഭാവം റബ്ബിനറിയാം. ബാക്കി ആയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ നീ പറയേണ്ടത് റബ്ബി ആലം ബിഇദ്ദതി, അവരുടെ എണ്ണം എത്രയാണെന്ന് അള്ളാഹ്ക്കറിയാം. കണിശമായി അറിയുന്നവൻ അള്ളാഹുവാണ്. മാ യഅലമുഹും ഇല്ലാ ഖലീൽ, അവരെ കുറച്ച് അല്പം പേർക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതാരാ? ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളുകൾക്കറിയാം, അത് കണ്ടവർക്കറിയാം. മാ യഅലമുഹും ഇല്ലാ ഖലീൽ എന്ന് പറഞ്ഞാല് ഗുഹാവാസികൾക്കറിയാം ഒന്ന്, അള്ളാഹ്ക്കറിയെന്ന് പറഞ്ഞ അറിയില്ല ഞങ്ങൾ എത്ര ആളുണ്ട്. അത് കാണാൻ യോഗം ഉണ്ടായ നാട്ടുകാർക്ക് അറിയാം അവരെത്ര ആൾക്കാരുണ്ട്, അവർക്കറിയാം. മാ യഅലമുഹും ഇല്ലാ ഖലീൽ. എന്നിട്ട് നമ്മളോടുള്ള നിർദ്ദേശം ഫലാ തുമാരി ഫീഹിം, നീ അവരുടെ കാര്യത്തിൽ തർക്കിക്കരുത്.
ഇല്ല മിറാ ലാഹിറ, ഒരു ലാഹിറായ ബാഹ്യമായ വലിയ ആഴത്തിലൊന്നുമില്ലാത്ത ഒരു തർക്കം മാത്രമേ തർക്കിക്കാവൂ. ഈ വിഷയത്തിലൊന്നും ഒരു തർക്കത്തിലിരിക്കരുത്. നിങ്ങൾ ഒന്നിങ്ങനെ പറഞ്ഞു പോവുക എന്നല്ലാതെ ഗഹനമായ ആഴത്തിലുള്ള ഒരു ചർച്ച, ഗുഹാവാസികളുടെ എണ്ണം എത്ര എന്ന് തീരുമാനിക്കാൻ ഒരു സംവാദം നടക്കുന്നു, ഒരു ചർച്ച നടക്കുന്നു. അങ്ങനെ നിങ്ങൾ നേരം കൊല്ലരുത്. വലാ തസ്തഫ്തി, നീ ഫത്വ ചോദിക്കുകയും വേണ്ട, തീരുമാനം ചോദിക്കുകയും വേണ്ട. ഫീഹിം, ഇവരുടെ വിഷയത്തിൽ അഹദം മിൻഹും അഹദ, അവരിൽപ്പെട്ട ആരോടും മറ്റാരോടും ഈ തീരുമാനം നീ അന്വേഷിക്കാനും പോണ്ട. എന്നുവെച്ചാല് ഞങ്ങളെ കിതാബിൽ ഗുഹാവാസികളെ പറ്റി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് റാഹത്തായില്ല, അതുകൊണ്ട് നിങ്ങളെ കിതാബിലൊക്കെ എന്താ അതിനെപ്പറ്റി പറഞ്ഞതെന്ന് നാട്ടുകാരോട് ചോദിക്കാനും പോണ്ട കൂട്ടരെയെന്ന്. റബ്ബ് നമ്മളെയൊക്കെ കണ്ട് പറഞ്ഞതാന്ന് ആയത്ത് വായിക്കുമ്പോൾ മനസ്സിലാവില്ലേ? ഇതൊരിക്കലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകളല്ല. അപ്പൊ പിന്നെ നമുക്കുണ്ടാകുന്ന സംശയം, തർക്കിക്കണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ട് പിന്നെന്തിനെ റബ്ബ് ഇത് പറഞ്ഞു വെച്ചത്? അപ്പോഴാണല്ലോ അതൊരു പരീക്ഷണമാവുക. പിന്നെ ജാലൂത്തിന്റെ താലൂത്തിന്റെ ഒക്കെ സംഭവം പറഞ്ഞില്ലേ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ ഭാഗത്ത്? അന്ന് താലൂത്ത് ഈ കൂട്ടരും കൂടി യുദ്ധത്തിന് പോകുന്ന സമയത്ത് ഒരു പരീക്ഷണം, ഒരു നദി കണ്ടെത്തിയിട്ട് പറഞ്ഞു, ഈ നദി മുറിച്ചു കിടക്കണം, പക്ഷെ കോരി കുടിക്കരുത് വെള്ളം. വെള്ളം ഇല്ലാത്തടത്ത് കൂടി പോയാൽ ബുദ്ധിമുട്ടില്ലായിരുന്നു. പക്ഷെ ഒരു വെള്ളത്തിന്റെ അരികിലൂടെ കൊണ്ടുപോയിട്ട് ഈ സൈന്യാധിപൻ ഇവരോട് പറയാണ്, നിങ്ങൾക്ക് ദാഹം ഉണ്ടാവും, പക്ഷെ ഇവിടുന്ന് കുടിക്കാൻ പാടില്ല. പിന്നെ ഒരു അതിനേക്കാളും വലിയൊരു പരീക്ഷണം കൊടുത്തു, വേണമെങ്കിൽ ഒരു കോരൽ കോരി കുടിച്ചോളൂ, അതിലപ്പുറം കുടിക്കാനും പാടില്ല. ഇത് രണ്ടാമത്തെ അതിനേക്കാളും വലിയ പരീക്ഷണമാണല്ലോ. തീരെ കുടിക്കാത്തതും കുടിക്കാതെ പോയിന്ന് വരും. ഒരു കോരൽ കുടിച്ചാൽ അവിടെ നിൽക്കൂല, പിന്നെയും കുടിക്കും. ഈ കുടിച്ചോരാരെന്റെ കൂടെ കൂടണം എന്നില്ല, എല്ലാത്തൊരു മതി എന്റെ കൂടെ യുദ്ധത്തിന്. ഇതാണ് ആ പരീക്ഷണം ആ സൈന്യത്തെ കൊണ്ടുപോവുകയും ചെയ്തത്. അപ്പോഴല്ലേ അത് പരീക്ഷണമാവുള്ളൂ. അതുപോലെ ഇതൊന്നും പറയാതെ പടച്ചവനെ സംസാരിച്ചാൽ പരീക്ഷണമാവില്ല. അള്ളാന്റെ ഈ നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന് റബ്ബിന് നോക്കാളേ. നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു ലാഹിറായ തർക്കം, എന്താ ഗുഹാവാസികളെ പറ്റിയൊക്കെ നിങ്ങൾ ഞങ്ങളെ കിതാബിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. അതെന്താ അങ്ങനെ? ഖുർആൻ എന്താ കാലം പറയാതിരുന്നത്? അങ്ങനെ ഉണ്ടാവോ? അങ്ങനെ സംഭവിക്കാമോ? അങ്ങനെയാണ് 300 കൊല്ലം ആൾക്കാരങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങനെ കിടക്കുക. എന്താ ഈ പറയുന്നത്? അങ്ങനെ വല്ല ഗുഹയും കണ്ടു കിട്ടണതല്ലേ? ഈ ജാതി വർത്തമാൻ സാരല്ല, അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. സംഭവ്യമാണെന്ന് എന്റെ ബുദ്ധിക്ക് തോന്നുകയും ചെയ്തു. സാധ്യത ഉണ്ട് ഈ ദുനിയാവില്, സാധിക്കാവുന്നതാണ്, സംഭവിക്കാവുന്ന ഒരു കാര്യമാണെന്ന് എന്റെ ബുദ്ധി സമ്മതിക്കുകയും ചെയ്യുന്നു. ഖുർആനിലാണ് പറഞ്ഞ്, അവിടെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു വരികയല്ലാതെ അതിനപ്പുറമുള്ളൊരു ആഴത്തിലേക്ക് പോകേണ്ടതില്ല. ആ തസ്തത്വീമിന്നം ആധാറാൽ ഈ കാര്യത്തിൽ മറ്റാരോടും തീരുമാനം അന്വേഷിക്കാൻ പോണ്ട, വേറെ ആരോടെങ്കിലും പോയി അന്വേഷിച്ച് തീരുമാനിക്കേണ്ടതില്ല, ഈ കാര്യം നിൽക്കേണ്ടതില്ല. അപ്പോ ആ ആയത്തുകൊണ്ട് കിട്ടുന്ന പ്രയോജനം എന്താ? നേരത്തെ ആയത്തിൽ അള്ളാഹു മനുഷ്യന്റെ ഒരു സ്വഭാവം ചൂണ്ടിക്കാണിച്ചല്ലോ. എന്ത്? കാര്യപ്പെട്ടവരാരെങ്കിലും മരിച്ചാല്, ഇഷ്ടപ്പെട്ടവരാരെങ്കിലും മരിച്ചാല് എന്തെങ്കിലും ഒരു സ്മാരകം ഉണ്ടാക്കണ്ടേ എന്നൊരു ചിന്ത മനുഷ്യന്റെ മനസ്സിലുണ്ടാകുന്ന മാതിരി ആളുകളിൽ ഈ ചരിത്ര കാര്യങ്ങളെപ്പറ്റിയും സംഭവങ്ങളെപ്പറ്റിയും ഇതുപോലെ പലതും വിളിച്ചു പറയും. ഒരു വിവരം ഉണ്ടാവില്ല. അത് സത്യല്ലേ? നമ്മൾ ചില ആളുകളൊക്കെ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന സദസ്സുകളിൽ പോയിരുന്നിട്ട് ഒരു അരമണിക്കൂർ നേരം ശ്രോതാവായിരുന്നിട്ട് അയാളോട് നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ എവിടുന്ന് കിട്ടിയതാ, അങ്ങനൊക്കെ ആവുന്ന എനിക്ക് തോന്നുന്നു എന്ന് പറയാനല്ലാതെ ഇയാളെ പക്കൽ വേറെ ഒന്നും ഉണ്ടാവില്ല. അത് ചരിത്ര കാര്യങ്ങളെപ്പറ്റി ആയാലും വർത്തമാനകാല സംഭവങ്ങളെപ്പറ്റി ആയാലും ഒക്കെ സംസാരിക്കുന്ന സംസാരം കണ്ടാൽ ഒരു പിടിപാടുണ്ടാവില്ല ഇയാളെ പക്കൽ. പക്ഷെ പറയുന്നത് കണ്ടാൽ തോന്നും ഇയാൾ ഇതിന്റെ ഫുൾ അതോറിറ്റി ആയിട്ടാണ്, അറിഞ്ഞിട്ടാണ് പറയുന്നത്. അത് വളരെ വ്യക്തമാവുന്ന ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഖുർആനെ പറ്റി വിമർശിക്കുന്ന ആളുകളെ പറ്റി പരിശോധിച്ചാൽ മതി. ഖുർആനെ പറ്റി വിമർശിക്കുന്ന 2 മണിക്കൂർ നേരമൊക്കെ ഖുർആനെ വിമർശിച്ച് സംസാരിക്കുന്ന ആൾക്കാർ നിങ്ങളൊന്ന് വായിച്ചോണമെന്ന് ചോദിച്ചു നോക്കി. ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, കഴിഞ്ഞില്ലേ? ഖുർആൻ വായിക്കാത്തവരാ ഖുർആനെ വിമർശിക്കുന്നത്. നല്ലൊരു ശതമാനം ആളുകളുടെ അവസ്ഥ ഇതാ. ഏത് കാലഘട്ടത്തിലും നിങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു നോക്കൂ, ഖുർആൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആളുകളോട് നിങ്ങളിതൊന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എതിർക്കുന്നതിന് മുമ്പ്, വിമർശിക്കുന്നതിന് മുമ്പ് ഒരു തവണ വായിക്കണല്ലേ എന്താണ് കേടാന്ന് പറയണമെങ്കിൽ. ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഖുർആൻ അങ്ങനെയൊക്കെയാണെന്ന് ഞാനും പറയാണ്. ഇതാ പലപ്പോഴുള്ള അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വിലക്കി എന്ന് പറഞ്ഞ് ഉപദേശിച്ച കൂട്ടത്തിൽ പറഞ്ഞാണ് കസറത്ത് സുആൽ, കണ്ടമാനം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവിക്കുമ്പോൾ അന്വേഷിച്ചോളൂ, സംഭവിക്കാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ട് അന്വേഷിക്കേണ്ടയില്ല എന്ന് പറഞ്ഞ് വിലക്കിയിരുന്നു. കസറത്ത് സുആൽ വക്കീൽ വക്കാൽ, ആരാണ്ടോ പറഞ്ഞിരിക്കുന്നു, ഇവൻ പറഞ്ഞിരിക്കുന്നു എന്നെല്ലാം കൂടി പറയുന്ന വാക്കുകൾ പെരുപ്പിക്കരുത് എന്നാണ്.
അല്ലാതെ വെറുതെ കാലാ കയ്യിലാന്നെല്ലാം കൂടി പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആ സ്വഭാവത്തെയാണ് ഇവിടെ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരടിസ്ഥാനവുമില്ല, ഒരു വിവരമില്ലാതെ ഈ തരം കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്ന ശീലം ആളുകളിൽ കാണാം, അതുണ്ടാവരുത്. ഇനി ഈ തരം വിഷയങ്ങളില് ഖുർആൻ ആ പറഞ്ഞു തന്ന് അവിടെ നിൽക്കുകയല്ലാതെ അതിന്റെ അപ്പുറമുള്ള ഭാഗത്തേക്ക് പോവേണ്ടതില്ല എന്നാണ് വഹയിലൂടെ സഹാബികൾക്ക് കിട്ടിയ പാഠം നമുക്ക് ലഭിച്ചതുപോലെ. 100% ആളുകൾ അത് പാലിച്ചു. ആരും നബിയെ ശല്യപ്പെടുത്തിയില്ല ഒരിക്കൽ പോലും. ഇത്ര തവണ ഓതി ഖുർആൻ നബിയുടെ കാലത്ത് ഒരിക്കൽ പോലും നബിയെ പോലെ അവർ ശല്യപ്പെടുത്താനോട്ട് പോയിട്ടില്ല. അവര് ആ പറഞ്ഞ മതി, ഇത്ര പറഞ്ഞ് ഞങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ അത് മതി എന്ന് വിചാരിച്ച് തീരുമാനിക്കുകയും ചെയ്തു. അവിടെ നിർത്താം. ബാക്കി വലാ തഖൂലന്ന, നീ പറയരുത് ലിശൈഇൻ, ഒരു കാര്യത്തെപ്പറ്റി ഇന്നി ഫായിലുൻ ദാലിക ഗദാ എന്ന് നീ പറയരുത്. തീർച്ചയായും ഞാൻ നാളെ അത് ചെയ്യും എന്ന് നീ പറയരുത്. ഇന്നി ഫായിലുൻ, തീർച്ചയായും ഞാൻ ചെയ്യും, ദാലിക അത്, ഗദാ നാളെ എന്ന് നീ പറയരുത്. ഇല്ലാ യശാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്നേ പറയാൻ പാടുള്ളൂ. വ്യക്തമാണ്, എല്ലാവരും ഏകോപിച്ച് പറഞ്ഞ അഭിപ്രായമാണ്. നാളെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നല്ലാതെ പറയാൻ പാടില്ല. വദ്കുർ റബ്ബക ഇദാ നസീത, മറന്നുപോയാൽ റബ്ബിനെ ഓർമ്മിക്കണം. വദ്കുർ, നീ ഓർക്കണം, റബ്ബക, നിന്റെ രക്ഷിതാവിനെ, ഇദാ നസീത, നീ മറന്നുപോയാൽ. വഖുൽ, നീ പറയണം, അസാ യഹ്ദീനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് മാർഗം കാണിച്ചു തന്നേക്കാം. ലി അഖറബ മിൻ ഹാദാ റഷദ, ഇതിനേക്കാൾ സന്മാർഗത്തോടടുത്ത കാര്യത്തിലേക്ക് റബ്ബ് എനിക്ക് മാർഗം കാണിച്ചു തന്നേക്കാം എന്ന് നീ പറയുകയും വേണം. അസാ അൻ യഹ്ദിയനി, എന്റെ റബ്ബ് എനിക്ക് ഹിദായത്ത് നൽകിയേക്കാം, വഴി കാണിച്ചു തന്നേക്കാം. എവിടേക്ക്? ലി അഖറബ മിൻ ഹാദാ, ഇതിനേക്കാൾ അടുത്തതിലേക്ക്. എന്തിനോട്? റഷദ, സന്മാർഗത്തോട്. ഇതിനേക്കാൾ നല്ല സന്മാർഗത്തോട് ഇതിനേക്കാൾ അടുത്ത വല്ല കാര്യങ്ങൾക്കും റബ്ബ് എനിക്ക് തൗഫീഖ് നൽകിയേക്കാം എന്ന് നീ പറയുകയും ചെയ്യാ. മറന്നുപോയാൽ പിന്നീട് റബ്ബിനെ ഓർമ്മിക്കുകയും ചെയ്യാം. അടുത്ത ആയത്ത്, വലബിസൂ ഫീ കഹ്ഫിഹിം, അവരവരുടെ ഗുഹയിൽ കഴിച്ചുകൂട്ടി, സലാസമിയത്തിൻ സിനീൻ, പിന്നെ 300 വർഷം, വസ്ദാദു, അവർ അധികരിപ്പിച്ചു, തിസ്അ, ഒരു 9 വർഷം അധികരിപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഗുഹാവാസികളെ സംഭവം പറഞ്ഞില്ല, കഴിഞ്ഞില്ല, തീർന്നിട്ടില്ല. അത് അടുത്ത ആയത്ത് പറയുന്നുണ്ട്. അതിനൊക്കെ അടക്കാണ് റബ്ബ് എന്ത് പറയുന്നത്? നാളെ എന്തായിരുന്നാലും ഒരു കാര്യം ഞാൻ ചെയ്യുമെന്ന് ഉറപ്പിച്ചു പറയരുത്. ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ എന്ന് കൂട്ടിയിട്ടല്ലാതെ, അത് കൂട്ടി പറഞ്ഞിട്ടല്ലാതെ പറയാൻ പാടില്ല. അപ്പൊ സ്വാഭാവികമാണ് ഈ ആയത്ത് കേൾക്കുന്ന ഏതൊരുത്തനെ സംബന്ധിച്ചും ഉണ്ടാവും ഒരു ചിന്ത, എന്റെ ഈ വിഷയം ഇതിനിടയിൽ കൊണ്ടുവന്ന് പറയാൻ. അതന്നെയാണ് റബ്ബിന്റെ ആവശ്യം. ഈ സൂറത്ത് അവതരിക്കാനുള്ള കാരണമായി ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വരുന്നത് ഒരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, നേരത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, മറ്റേതോ സമയങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനം ഇങ്ങനെ വന്നപ്പോഴ് ഇത് സത്യമാണോ അതോ അല്ലയോ എന്ന് സംശയിക്കുന്ന ഒരു പറ്റം ആളുകൾ ഏതായിരുന്നാലും അവിടെ ഉണ്ടായിരുന്നല്ലോ. സത്യമാണെന്ന് അറിഞ്ഞിട്ട് നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ആത്മാർത്ഥമായിട്ടത് സത്യമാണോ അല്ലേ എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അവരിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ മദീനയിൽ വന്നു, യസ്രിബിൽ വന്നിട്ട് യഹൂദികളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. എന്താണ്? ഏതാണ്ട് 10, 12, 13 കൊല്ലത്തോളായിപ്പോ മക്കയില് മുഹമ്മദ് വന്നു തുടങ്ങിയിട്ട്. ഇപ്പൊ ഏതാണ്ടുള്ള അവസ്ഥയില് ഞങ്ങളെ സംശയം എപ്പോഴും തീരുന്നില്ല, അത് സത്യസന്ധനാണോ അല്ലേ. ഞങ്ങൾക്കാണ് ഈ പൂർവിക ബന്ധങ്ങളെ പറ്റി യാതൊരു വിവരമില്ലാത്തൊരു വർഗ്ഗമാണ് ഞങ്ങൾ. നിങ്ങൾക്ക് വേദം അറിയാലോ, അതുകൊണ്ട് ഈ ഇദ്ദേഹം സത്യസന്ധനാണോ അല്ലേ നിങ്ങൾക്ക് തിരിച്ചറിയണം. അതിന് ഞങ്ങൾക്ക് അയാളോട് ചോദിക്കാൻ പറ്റിയ 2 or 3 ചോദ്യങ്ങൾ നിങ്ങൾ പറഞ്ഞതാണ്. ആ ചോദ്യങ്ങള് ഞങ്ങൾ പോയിട്ട് ചോദിക്കട്ടെ, എന്നാ അറിയാലോ ഇയാള് സത്യവാനാണോ അല്ലേ. പാവങ്ങളാണ് ഒരർത്ഥത്തില്, കാര്യം അറിയാൻ വേണ്ടി ഒരു ശ്രമമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണോ അല്ലേ എന്നറിയാൻ നബിയോട് 2 or 3 ചോദ്യങ്ങൾ ചോദിക്കാം. അതിന്റെ ഉത്തരം പറയാൻ കഴിയില്ലെങ്കിൽ പിന്നെ കളവാണ് പറഞ്ഞ് ഉറപ്പിക്കാലോ. അങ്ങനെ 2, 3 ചോദ്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞപ്പോഴേ ഇവർ പറഞ്ഞു കൊടുത്തു. എന്താണ്? ഒരു പറ്റം ചെറുപ്പക്കാരുടെ കഥയില്ലേ, ഗുഹാവാസികളുടെ കഥ, ഉറങ്ങിയ
അവരെ പറ്റി ചോദിച്ചു നോക്കി, എന്താ പറയാന്നറിയാലോ. പിന്നെ മനുഷ്യന് റൂഹില്ല, ജീവൻ, ആത്മാവ്, അതിനെപ്പറ്റി ചോദിച്ചു നോക്കി, എന്താ മറുപടി പറയാന്നറിയാലോ. പിന്നെ കിഴക്ക് ദിക്കിലേക്കും പടിഞ്ഞാറ് ദിക്കിലേക്കും ദീർഘയാത്ര ചെയ്ത ഒരു പഴയ ചക്രവർത്തിയുണ്ട്, അയാളെ പറ്റി വല്ല വിവരങ്ങൾ അറിയാൻ ചോദിച്ചു നോക്കും. ശരിക്കും നബിയാണ് എന്ന അയാൾക്ക് ഇതിന് ഉത്തരം പറയാൻ കഴിയും. നബി അല്ലാത്തവർക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചൊല്ലിയച്ചു. ഇത്ര കൂടി പറഞ്ഞു എന്നാണ് ചില റിവായത്തുകളിൽ കാണുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളെപ്പറ്റി അയാൾ വ്യക്തമായി മറുപടി നൽകും, ഒരു കാര്യത്തെപ്പറ്റി അയാൾ വ്യക്തമായി മറുപടി നൽകൂല. എന്നുവെച്ചാൽ ആത്മാവിനെ പറ്റി ചോദിച്ചാൽ വിശദീകരണങ്ങൾ ഉണ്ടാവില്ല, ബാക്കി രണ്ട് സംഭവങ്ങൾ വിശദീകരിച്ച് പറയുകയും ചെയ്യും ഒരു നബിയാണെങ്കിൽ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മക്കയിൽ വന്ന സംഭവത്തെപ്പറ്റി ഹദീസുകൾ കാണുന്നത് വളരെ ആഹ്ലാദത്തോടെയാണ്. നബിയെ തോൽപ്പിക്കാൻ പറ്റുന്ന നിലക്കുള്ള ചില കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, ഈ ചോദ്യം ചോദിച്ചിട്ട് നബിയെ ഉത്തരം മുട്ടിക്കാവുന്നതാണ്. ഇവൻ ഈ നബിയുടെ അവരുടെ വാക്കുകളിൽ പ്രകാരമുള്ള കള്ളത്തരം ഇപ്പോൾ നമുക്ക് വെളിവാക്കാന്നൊക്കെ പറഞ്ഞ് അവർ വന്നിട്ട് നബിയോട് ഈ 3 ചോദ്യങ്ങൾ ചോദിച്ചു. സ്വാഭാവികമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ നാളെ മറുപടി പറയാം, ഞാൻ നാളെ ഇതിന് വിശദീകരണം നൽകാം. നബിയുടെ പ്രതീക്ഷ അള്ളാന്റെ വഹി വരും എന്നതാണ്. പക്ഷേ ആ നാളേക്ക് ശേഷം വഹി 10-15 ദിവസത്തോളം താമസിച്ചു, വഹി വന്നില്ല. അപ്പൊ ഉണ്ടാകാവുന്ന സാഹചര്യം പിന്നെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാവുന്ന ആള് എന്താ ഉണ്ടാവുക. ഞങ്ങളൊരു 3 ചോദ്യം ചോദിച്ച ദിവസങ്ങൾ കുറയായി, യാതൊരു മറുപടിയില്ല എന്ന ബഹളങ്ങൾ നടക്കുന്ന സമയത്താണ് സൂറത്തുൽ കഹ്ഫിൽ ആയത്തിറങ്ങിയിട്ട് ആ ഗുഹാവാസികളെ പറ്റി പൂർണ്ണമായ വർണ്ണന നൽകി. മറ്റു 2 കാര്യങ്ങളെപ്പറ്റി സൂറത്തിന് താഴെ ഭാഗത്ത് വരികയും ചെയ്തു. അപ്പോ അതിൽ ഒന്നാമത്തെ വിഷയം ഗുഹാവാസികളെ പറ്റി ആയതുകൊണ്ട് അതിന്റെ മറുപടി പ്രവാചകൻ ഇറക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതിടക്ക് ഖുർആൻ പറഞ്ഞു, പിന്നെ ഒരു കാര്യം നാളെ ഞാൻ എന്തായാലും ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറയരുത്, അള്ളാന്റെ മശിയത്ത് കൂടെ വേണം, അത് കൂട്ടി പറയണം. ഓർത്തോളണം എക്കാലത്തേക്കും, താങ്കൾ ഓർമ്മിക്കുക, ഈ സമുദായവും എക്കാലം ഈ കാര്യം ഓർമ്മിക്കാം. ഒരിക്കലും പ്രവാചകൻ ഇത് മറക്കൂലല്ലോ, പിന്നെ സഹാബികൾ ഇത് മറക്കൂലല്ലോ, സമൂഹത്തിനും മറക്കാൻ കഴിയില്ല. ഗുഹാവാസികളെ കാര്യം പറഞ്ഞിട്ട് നബി എന്നെ നാളെ എന്ന് പറഞ്ഞിട്ട് 15 ദിവസം താമസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ ഉറപ്പിച്ച് നടക്കുമെന്ന് പറയാൻ ഞാനില്ല. ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നാളെ, അത്രേ പറയാൻ പാടുള്ളൂ. ഒരു വലിയ ശാശ്വതമായ ഒരു പാഠം നൽകി. അതാണ് സാഹചര്യം. ഈ ഹദീസുകളെ പറ്റി, ഈ കാരണത്തെപ്പറ്റി എല്ലാ പണ്ഡിതന്മാരും ഏകാഭിപ്രായക്കാരല്ല. ആ ഹദീസിന്റെ വിശ്വാസ്യതയെ പറ്റി ചില സംസാരങ്ങളുണ്ട്. ഏതായിരുന്നാലും ശരി, പൊതുവെ അത് സ്വീകരിക്കപ്പെട്ട് വരുന്നത് കൊണ്ടാണ് ആ കാര്യത്തെപ്പറ്റി അറിയിച്ചത്, ഈ ആയത്തിറങ്ങാനുള്ള കാരണമായിട്ട്. അതുകൊണ്ടാണ് ആ വിഷയത്തിലേക്കാണ് ഈ ആയത്ത് സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. ഇനി ഇല്ല, അങ്ങനെ ഒരു സന്ദർഭമൊന്നും ഇല്ല എന്ന് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമൊന്നും ഇല്ല എന്ന് സങ്കല്പിക്കൂ. എന്നാലും ഈ ആയത്തിന് പ്രസക്തി ഉണ്ട്. എന്താ കാരണം? ഈ ഗുഹാവാസികളെ നാളേക്ക് എത്ര കൊല്ലം കഴിഞ്ഞു? ഗുഹാവാസികൾ ഉറങ്ങാൻ കടന്നിട്ട് പിറ്റേന്ന് നാളുണ്ടല്ലോ അല്ലെ, പുലർച്ച, അത് എത്ര ദിവസം കഴിഞ്ഞിട്ടാ? 300 വർഷം കഴിഞ്ഞിട്ടാ. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഇതാണ് ഈ ചരിത്ര പറഞ്ഞത്. ഇവർ ഇന്നലെ ഉറങ്ങാൻ കടന്നതാ, പിന്നെ ഉണർന്നത് പിറ്റേന്നല്ല, പിന്നെ 300 കൊല്ലം കഴിഞ്ഞിട്ടാ ഉണർന്നത്. ഇതാണ് മനുഷ്യന്റെ വിധിയെങ്കിൽ ഈ മനുഷ്യൻ എന്തടിസ്ഥാനത്തിലാ നാളെ ഞാൻ ഉറപ്പായും ചെയ്യുമെന്ന് പറയാ? നിങ്ങൾക്കൊരു ചാൻസുമില്ലല്ലോ അങ്ങനെ പറയാൻ. ഓർമ്മിച്ചോളൂ ഈ ചരിത്രത്തിലത്. ഞാൻ പറഞ്ഞു ആയത്തിന് ഇറങ്ങാനുള്ള കാരണമുണ്ട് എന്നുള്ളത്. ഇനി അങ്ങനെ ഒരു കാരണവുമായി ബന്ധിപ്പിക്കാതെ വളരെ സ്വതന്ത്രമായി ഈ ആയത്തെടുത്താൽ തന്നെ ആ പറയുന്ന ആയത്തിന് വിലയുണ്ട്. ഗുഹാവാസികളെ സംഭവം കണ്ടില്ലേ? അവർ ഇന്നലെ ഉറങ്ങാൻ കിടന്നതാ, എഴുന്നേറ്റത് 300 കൊല്ലം കഴിഞ്ഞിട്ടാ. ഇതാടോ മനുഷ്യന്റെ അവസ്ഥ? എന്താ നിങ്ങൾ ഉണരുമെന്ന് ഉറപ്പ്? എന്താ നിങ്ങൾ നാളെ ചെയ്യുമെന്ന് ഉറപ്പ്? എന്തായിരുന്നാലും റബ്ബിന്റെ മശിയത്ത് വേണ്ടേ കൂടെ. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും എന്ത് പറഞ്ഞേക്കുക? ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ ചെയ്യും, പിന്നീട് ചെയ്യുമെന്ന് പറയുന്ന കാര്യങ്ങളെപ്പറ്റി ഇൻഷാ അല്ലാഹ് എന്ന് കൂട്ടി പറഞ്ഞേക്കുക. നമ്മളെ ചിന്തയിലുണ്ടാകുന്ന ഒരു കാര്യമുണ്ട്, അതിപ്പോ എത്ര മെനക്കെട്ട് പറയണ അല്ല ഒരു ഇൻഷാ അല്ലാഹ് പറയാന്നല്ലേ. ഒരു ഇൻഷാ അല്ലാഹ് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏൽപ്പിച്ചാ പോരെ? തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്നൊക്കെ പറയാൻ പഠിപ്പിച്ച പോലെ അല്ലെ? ഇൻഷാ അല്ലാഹ് എന്ന് പറയുമ്പോ അത്ര മെനക്കെട്ട് ഒരു ആയത്തൊക്കെ മെനക്കെട്ട് പറയണ്ട. എന്താന്നറിയോ? തുമ്മിയാൽ ഒരു അൽഹംദുലില്ലാഹ് പറയുന്ന മാതിരിയല്ല ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന വാക്ക്. ആ ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്ന വാക്ക് മനുഷ്യന്റെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമാണ്. എപ്പോഴാ ഒരു മനുഷ്യൻ ഇൻഷാ അല്ലാഹ് പറയുന്നത്? നിങ്ങൾ ചിന്തിക്കുന്നത് നാട്ടുനടപ്പാണ്. ചെയ്യാൻ സാധ്യതയില്ലാത്ത സമയത്ത് പറയുന്ന ഒരു വാക്കായിട്ട് നാട്ടുനടപ്പിൽ എത്തിപ്പെട്ട് കാണും. അതിന് ദീൻ കുറ്റക്കാരനല്ലല്ലോ. പിന്നെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതല്ല സൂചിപ്പിക്കുന്നത്. ഒരു മനുഷ്യൻ എപ്പോഴാ ഇൻഷാ അല്ലാഹ് പറയാൻ പറയുന്നത്? ആ മനുഷ്യന്റെ വിശ്വാസം ആ കാര്യം ചെയ്യണമെന്നും നടക്കണം അയാൾക്ക് ഉണ്ടാവുക. റബ്ബിന്റെ തൗഫീഖ് അതിന് ലഭിക്കാതെ പോകുമോ എന്ന് ഇയാൾക്ക് ഭയപ്പാടുണ്ടാവുമ്പോ അയാൾ പറയും ഇൻഷാ അല്ലാഹ് എന്ന് വെച്ചാൽ അതൊരർത്ഥത്തിൽ വ്യംഗ്യമായൊരു പ്രാർത്ഥനയാണ്, ഒരു ദുആയാണത്. റബ്ബെ, ഈ കാര്യം ചെയ്യാൻ നിന്റെ തൗഫീഖ് എനിക്കുണ്ടാവണേ. അല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. കുട്ടിന്റെ കല്യാണം നിശ്ചയിച്ചിട്ട് നമുക്ക് അടുത്ത മാസം നടത്താം, അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അപകടം ബുദ്ധിമുട്ടൊന്നും കൂടാതെ ആ കാര്യം നടക്കാൻ റബ്ബെ ഈ തൗഫീഖ് ചെയ്യണേ എന്ന മനസ്സിന്റെ തേട്ടമാണ് ഈ ഇൻഷാ അല്ലാഹ് പുറത്തു വരണേ. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ വളരെ മുവഹ്ഹിദാണ്. അള്ളാഹുവിന്റെ സഹായത്തിൽ മാത്രം ഉറപ്പിച്ചു നിർത്തിയിട്ട് റബ്ബിനോട് ദ്വാരക്കണം മനുഷ്യൻ ആ വാക്കുണ്ട്. അതോടൊപ്പം അള്ളാന്റെ വിധിയുണ്ടല്ലോ ഖദറിൽ അയാളെ വിശ്വാസം പോയിട്ട് തറച്ചു നിൽക്കുക. ഞങ്ങളൊക്കെ എന്ത് തീരുമാനിച്ചാലും റബ്ബിന്റെ ഒരു ഖദർ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുള്ളൂ എന്ന് അയാൾക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ഈ വിശ്വാസവുമായി ഇതിന് ബന്ധമുള്ളതുകൊണ്ടാ പടച്ചോൻ അതിന് ആയത്തിറക്കിയത്. അല്ല ഒരു സാധാരണ മര്യാദ, ഒരു അദബ് മാത്രമാണെങ്കിൽ അത് പഠിപ്പിക്കാൻ അള്ളാഹു ആയത്തിറക്കാൻ കൂടാന്ന അർത്ഥത്തിനല്ല, ഇത്ര പ്രാധാന്യം കൽപ്പിക്കപ്പെടേണ്ടതില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ കൊണ്ട് പഠിപ്പിക്കപ്പെട്ടാൽ മതിയായിരുന്നു. എന്തിനാ ഇങ്ങനെ വിശദീകരിച്ചത്? ഞാൻ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ അർത്ഥത്തിൽ മനസ്സിൽ കാണാൻ. ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നത് എപ്പോഴാന്ന് പറഞ്ഞാൽ അതൊരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ. അതെല്ലാരും അങ്ങനെ പറയാൻ നിന്നാല്, എല്ലാരും ആ അർത്ഥത്തിൽ പറയാൻ നിന്നാല് വേറുള്ളവരെ ചിന്തക്കോന്റെ മനസ്സിന്ന് പോകും. ഇൻഷാ അല്ലാതെ ഇൻഷാ അള്ളാന്റെ സ്ഥാനത്ത് വേറെ ആരും മനുഷ്യന്മാര് പറയില്ലല്ലോ. ഏതെങ്കിലും ഷെയ്ഖിന്റെ വലിയന്റെ പേര് കൂട്ടി പറയാറുണ്ടോ? അള്ളാനെ മാത്രമല്ലേ മനുഷ്യൻ പറയാറുള്ളൂ. എന്തേ കാരണം? ഈ കാര്യത്തിന് തൗഫീഖ്, മശീഅത്ത്, തീരുമാനം റബ്ബിന്റേത് മാത്രമാണെന്ന് ഉറപ്പിക്കുമ്പോഴത് അത് പറയാ. ഈ അർത്ഥത്തോടെ പറഞ്ഞവരൊക്കെ ഇൻഷാ അല്ലാഹ് പറയുമ്പോ ആ ധ്വനിയുണ്ട്, അതിന് ഗൗരവമുണ്ട്. നേരെ മറിച്ച് ഇൻഷാ അല്ലാഹ് ഒരു ചടങ്ങും വിശ്വാസം വേറെ സ്ഥലത്തിലായപ്പോ ആ വാക്കിന് വിലയില്ലാതായി. അതുകൊണ്ട് തന്നെയാണ് പാലിക്കണം എന്ന് ആൾക്കാർക്ക് വല്ലാതെ തോന്നാതായത്. മനസ്സിലായല്ലോ? അപ്പോ ഇൻഷാ അല്ലാഹ് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്ന് പറയും ഈ മനുഷ്യന്റെ മനസ്സ് പോയി തറച്ചു നിൽക്കുക. ഇത് നടക്കണോ നടക്കണ്ടേ തീരുമാനിക്കുന്നത് അന്തിമമായിട്ട് റബ്ബുൽ ആലമീനായ തമ്പുരാൻ മാത്രം, വേറെ ആർക്കും അതിൽ പങ്കില്ല ആ തീരുമാനത്തില് എന്ന് ഉറപ്പിക്കുക ചെയ്യുന്നത്. അതാ പറഞ്ഞ വാക്കിന്റെ അർത്ഥം. വലാ തഖൂലന്ന, പറയരുത് നിങ്ങൾ ലിശൈഇൻ, ഒരു കാര്യത്തെപ്പറ്റി, ഇന്നി ഫായിലു ദാലിക വദാ, ഞാൻ തീർച്ചയായും നാളെ അത് ചെയ്യും എന്ന് ഉറപ്പിച്ച് പറയരുത്. ഇങ്ങനെയല്ലാതെ ഇല്ല അൻ യശാ അല്ലാഹ് എന്ന് കൂടിയിട്ടല്ലാതെ, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ. എന്നിട്ട് അതിന്റെ ബാക്കി എന്താണെന്നറിയോ? വദ്കുർ റബ്ബക ഇദാ നസീത, അഥവാ എപ്പോഴെങ്കിലും അങ്ങനെ പറയാൻ മറന്നുപോയാൽ ഓർമ്മ വരുമ്പോൾ നീ പറയണം, പടച്ചോനെ ഞാനിങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചിരുന്നു, അത് നിന്റെ തീരുമാനം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ റബ്ബേ, നിന്റെ മശീഅത്ത് ഉണ്ടെങ്കിലേ നടക്കുള്ളൂ എന്ന് പറയണം. വഖുൽ, നീ പറയണം, നീ അറിയണം, മനസ്സിലാക്കണം. എന്താണ്? അസായി യഹ്ദീനി റബ്ബി ലി അഖ്റബ മിൻ ഹാദാ റശദ, ഇതിനേക്കാൾ മെച്ചപ്പെട്ടതിലേക്ക് എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്നുകൂടായികയില്ല എന്ന് നീ പറയുകയും വേണം. അതെന്താണത്? ഈ തീരുമാനിച്ച കാര്യം അല്ല നടക്കുന്നതെങ്കിൽ, അത് നടക്കാതെ പോവുകയാണെങ്കിൽ അതിന്റെ പേരിലാകെ തളർന്നെല്ലാം കൂടി ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു കാര്യം റബ്ബ് എനിക്ക് തൗഫീഖ് ചെയ്തു കൂടായികയില്ല എന്ന് നീ പറയുകയും വേണം. മനസ്സിലായില്ല? ഖുൽ അസാ അൻ യഹ്ദിയനി റബ്ബി ലി അഖ്റബ മിൻ ഹാദാ റശദ എന്ന് പറയേണ്ടത് എപ്പോഴാണെന്നറിയോ? നടക്കാതെ പോലെ എളുപ്പം ഈ കാര്യം. അപ്പോഴാളുകൾ എന്താ പറയാ, എത്ര മെനക്കെട്ടുണ്ടാക്കി കല്യാണം പഠിച്ചു തമ്പുരാനെ, അത് നടന്നില്ല. കല്യാണം ഞാൻ ഉദാഹരണം പറഞ്ഞ് വേഗം ആളുകളെ മനസ്സിൽ തട്ടുന്ന ഒരു കാര്യമാണ്, ഒരു പിതാവിന്റെ ഒക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞിരിക്കേണ്ടയില്ല. സാറില്ല, നടന്നില്ല അല്ലേ. അസാ യഹ്ദിയനി റബ്ബി ലി അഖ്റബ മിൻ ഹാദാ റശദ, ഇതിനേക്കാൾ മെച്ചപ്പെട്ട എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വന്നുകൂടായികയില്ലല്ലോ, ഇതിനേക്കാളും നല്ല കാര്യങ്ങൾ വന്നുകൂടായികയില്ലല്ലോ എന്ന പ്രതീക്ഷ ബാക്കി നിർത്തുകയും ചെയ്യാം. എന്നിട്ട് ഈ ആയത്തിന്റെ ഭാഗത്ത് ഒരു സൂചനയുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഖുർആൻ വ്യാഖ്യാന തഫ്സീറുകൾ കാണും. എന്താണെന്നറിയോ? പ്രവാചകര് താങ്കളുടെ അവസ്ഥ പറയാലോ, അബൂതാലിബ് മരണപ്പെട്ടു, ഖദീജയും മരണപ്പെട്ടിട്ട് ആ കൂടി സ്വന്തം നിലനിൽപ്പ് പോലും പ്രയാസമായി നിൽക്കുന്ന ഒരു സാഹചര്യമില്ലേ? അസാ യഹ്ദിനി റബ്ബി ലി അഖ്റബ മിൻ ഹാദാ റശദ, പറഞ്ഞോളൂ.
കുറച്ചുകൂടി മെച്ചപ്പെട്ട എന്തെങ്കിലും മാർഗങ്ങൾ റബ്ബ് കാണിച്ചു തരാതിരിക്കില്ല എന്ന് താങ്കളും പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ചിത്രത്തിൽ എവിടെയും ഒരു ഹിജ്റയോ പാലായനമോ മദീനയോ ഒന്നുമില്ല. അപ്പൊ ആ ഹിജ്റയിലേക്കും അതിനുശേഷമുള്ള ഇസ്ലാമിന്റെ വളർച്ചയിലേക്കും നബിക്ക് കിട്ടിയ സൗകര്യങ്ങളിലേക്കുമുള്ള സൂചനയാണ് അസ യഹ്ദിയനി റബ്ബി ലി അഖറബ മിൻ ആദാ റഷദ എന്ന ആയത്തിലൂടെയുള്ളത് എന്നുകൂടി ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നു. അത് ആയത്തും ആ കാലഘട്ടവുമായി ബന്ധിപ്പിച്ച് പറഞ്ഞതാണ്. അപ്പോ അള്ളാഹു ആയത്തിലൂടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം എന്താണെന്ന് അന്വേഷിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തീർത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ ചോദിച്ചൊരു സന്ദർഭത്തെക്കുറിച്ച് നമ്മളെ പഠിക്കാൻ പ്രേരിപ്പിച്ചു. കൂട്ടത്തിൽ ഒരു മര്യാദ പഠിപ്പിക്കുകയും ചെയ്തു. നാളെ നടക്കാൻ പോകുന്ന, ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി എന്തായാലും ഉറപ്പായിരുന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്ന് കൂട്ടി പറഞ്ഞേക്കുക. ഇനി ആ ചരിത്രം തുടരാണ്. ലബിസു അവർ താമസിച്ചു ഫി കഹ്ഫിഹിം അവരുടെ ഗുഹയിൽ 300 സിനീൻ 90 വർഷം 300 വർഷം 300 സിനീൻ വസ്ദാദു 9 അവർ കൂട്ടുകയും ചെയ്തു. അപ്പൊ 300 അല്ലെങ്കിൽ 309 എന്നാണ്. ഇത് പഴയകാല തഫ്സീറുകൾ മുതൽക്കേ അവർ പറഞ്ഞു കാണുന്നു. ചന്ദ്രവർഷവും സൂര്യവർഷവും തമ്മിലുള്ള കണക്കുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഈ പറയുന്നത്. സൂര്യവർഷ കണക്കിലെടുത്താൽ 300 വർഷവും ചന്ദ്രവർഷ കണക്കിലെടുത്താൽ 11 ദിവസത്തിന് വ്യത്യാസം ഉണ്ടാവുമല്ലോ ഓരോ വർഷവും. അപ്പൊ ആ നിലക്ക് കണക്ക് കൂട്ടിയാല് 300 വർഷം സൂര്യവർഷം കഴിയുമ്പോൾ ചന്ദ്രവർഷ കണക്ക് കൂട്ടിയാൽ 309 വർഷമായിട്ടുണ്ടാവും. അതാണ് നേർക്കുനേരെ 309 എന്ന് പഠിച്ചവർക്ക് ഒരു ആയത്ത് ഇറക്കാലോ. അത് പറയാതെ അവര് 300 കല്ല കഴിച്ചു കൂട്ടിയത്, പിന്നെ ഒരു 9 കൂടി കൂട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ വേറൊരു കണക്ക് പ്രകാരം കണക്ക് കൂട്ടിയാൽ 309 കണക്കാക്കുകയും ചെയ്തോളൂ എന്ന്. ഇത് ആധുനിക കാലഘട്ടത്തിലെ തഫ്സീറുകളൊന്നും അല്ലേ, പഴയ കാലഘട്ടത്തിലെ തഫ്സീറുകൾ തന്നെ ഈ വ്യത്യാസമാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കാണുന്നുണ്ട്. അല്ലാഹു അലം. ഏതായിരുന്നാലും ശരി, ആ കാലഘട്ടത്തിൽ ഇവരെത്ര കാലം കഴിച്ചുകൂട്ടി എന്നതിനെപ്പറ്റി തർക്കം നടക്കുന്നുണ്ടാവണം. പലരും പല കൊല്ലങ്ങൾ പറയുന്നുണ്ടാവും. ആ സമയത്താണ് റബ്ബിന്റെ തീരുമാനം പറയുന്നത് 300 വർഷമാണ് അവർ ഉറങ്ങിയത്. ശരിക്കും നമ്മളൊക്കെ കഥ പറയുകയാണെങ്കിൽ ഇത് ആദ്യം പറയണമെന്നാ തോന്നുക, 100 കൊല്ലം എന്നുള്ളത്. പക്ഷെ പടച്ചോനെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമില്ല. അത് ആ ചരിത്രത്തിന്റെ അവസാനം കൊണ്ടുപോയിട്ട് പറഞ്ഞു. എന്നിട്ട് അത് 300ഉം പിന്നെ ഒരു 9 കൂടി കൂട്ടി എന്നൊക്കെ പറയാൻ കണക്ക് പഠിച്ച ഒരാളൊന്നുമല്ലല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ചന്ദ്രവർഷ കണക്കും സൂര്യവർഷ കണക്കും നമ്മൾ കണക്ക് കൂട്ടുമ്പോ 300 സൂര്യവർഷം കഴിയുമ്പോൾ ചന്ദ്രവർഷ കണക്ക് കൂട്ടിയാൽ ഒരു 9ന്റെ വ്യത്യാസം വരും എന്ന് പഠിക്കാനുള്ള വിധിയൊന്നും ഉണ്ടായില്ല. ആ വാക്കുകള് ഇത് പടച്ചോന്റെ വാക്കാണെന്ന് തെളിവാണ്. കണിശമാണ് ആ പ്രയോഗം. സൂര്യവർഷത്തിൽ 300ഉം ചന്ദ്രവർഷത്തിൽ 309 വർഷവും അവർ താമസിച്ചു കഴിച്ചുകൂട്ടിയെന്ന്. കൊൽ എന്നിട്ട് നീ പറയാം, അല്ലാഹു ആലം ബിമാ ലബിസു, റബ്ബിനെ അറിയാ അവർ എത്ര കാലാ കഴിച്ചുകൂട്ടിയത്. അപ്പൊ 309 അല്ലേ? 309 അല്ലേ? വേറെണ്ടോ? അല്ല, 309 തന്നെ. 300 അല്ലെങ്കിൽ 309 വർഷം തന്നെ. പിന്നെ എന്താ ഈ പറയുന്നത്? നാട്ടിൽ നിങ്ങളൊക്കെ പറഞ്ഞു നടക്കുന്ന പോലെ എല്ലാ കൂട്ടുകാരെ തന്നെ ശരി, റബ്ബിനാണത് ശരിക്കറിയാം. ലഹു ഗൈബു സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലെ മറഞ്ഞ കാര്യങ്ങളൊക്കെ അവനറിയാം. അബ്സിർ ബിഹി വസ്മി, എന്തുമാത്രം കാണുന്നവനവന്, എന്തുമാത്രം കേൾക്കുന്നവനാണവന്. ആശ്ചര്യത്തിന് ഉപയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് അറബിയില് അബ്സിർ ബി, അസ്മിർ ബി എന്നൊക്കെ പറയുന്ന വാക്ക്. തഅജ്ജുബിന്റെ സിയ എന്ന് പറയും, അറബി അറിയുന്നതിൽ പലർക്കും. തഅജ്ജുബിന്റെ നമ്മൾ മലയാളത്തിൽ എന്തൊരു എന്നൊക്കെ പറയുന്ന ആ ഒരു ശൈലിയിൽ അറബിയിൽ പറയാ അഹ്സൻ ബിഹാദൽ വലദ്, എന്തോ ഒരു നല്ല കുട്ടി. അജ്മൽ ബിഹാദൽ സർ, എന്തോ ഒരു രസമുള്ള പൂവ്, ഭംഗിയുള്ള പൂവ്, എന്തൊരു ഭംഗി എന്ന അർത്ഥത്തിന് ഈ സിയാണ് ഉപയോഗിക്കാം, ഈ രീതി ഉപയോഗിക്കാം. അപ്പൊ അബ്സിർ ബിഹി വാസ്ന, റബ്ബിന്റെ കാഴ്ചയും കേൾവിയും ഒക്കെ എന്തുമാത്രം ശക്തിമത്താണ്, പൂർണ്ണമാണ്. വല്ലാതെ കാണുന്നവൻ, വല്ലാതെ കേൾക്കുന്നവൻ. മാലഹു, നിങ്ങൾക്കില്ല, മിൻ ദൂനിഹി, അവനെ കൂടാതെ, മിൻ വലിയൻ, യാതൊരു വലിയുമില്ല, ഒരു രക്ഷകർത്താവുമില്ല. വലാ യുശ്രികു, അവൻ പങ്കു ചേർക്കാറില്ല, ഫി ഹുക്കുമിഹി, അവന്റെ ഹുക്കുമിൽ, അവന്റെ തീരുമാനങ്ങളിൽ, അഹദ, മറ്റാരെയും പങ്കു ചേർക്കാറുമില്ല. ഇത് കഥയല്ലല്ലോ, ആളുകളെ മോഹിപ്പിക്കാനും മരണം ഭരിക്കാനും വേണ്ടി പറഞ്ഞൊരു മോഹത്തിന്റെ വാക്കല്ല, യഥാർത്ഥത്തിന്റെ വാക്കാണ്. അപ്പൊ ആ അനുഗ്രഹം കൂടി അവർക്ക് കിട്ടട്ടെ എന്നാ. അതുകൊണ്ട്
ഉമർ റളിയല്ലാഹു കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഷഹീദായി എന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമവും തോന്നുന്നില്ല. അൽഹംദുലില്ലാ എന്ന ചിന്ത എന്ന് വെച്ചാൽ നാം ആ മരണത്തോട് അൽഹംദുലില്ലാ പറയല്ല, ആ പുണ്യം കൂടി അവർക്ക് കിട്ടട്ടെ എന്ന് അള്ളാഹു തീരുമാനിച്ചതാണ്. അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ മെനക്കെട്ട് നോക്കി. ഇപ്പോൾ എന്നോട് ചോദിക്കും ഞാൻ എവിടേക്ക് എത്തിയോ? ഇല്ല, നമ്മളെല്ലാവരും കൂടി തന്നെ ആ നിലക്കൊന്ന് ചിന്തിക്കാൻ വേണ്ടി മെനക്കെട്ട് നോക്കി. മനസ്സ് പരസ്പരം പാകപ്പെടുത്തുക. നിങ്ങൾ എന്താ അങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? ഇത് ജീവിതല്ലേ. നമ്മളൊക്കെ മറ്റുള്ളവർ ചിന്തിക്കണമാതിരി ചിന്തിക്കാൻ പാടുണ്ടോ? പടച്ചോന്റെ വിധി ഉണ്ടാവുന്നു. അല്ല, ഈ ജീവിതത്തിന്റെ ഭക്ഷണവും ആഹാരവും സുഖസൗകര്യങ്ങളും ഒക്കെ നമ്മളൊക്കെ തീരുമാനിച്ചതാ? അല്ലല്ലോ. അതെത്ര കാലം കയറ് വേണം, എത്ര കാലം ബുദ്ധിമുട്ട്, എത്ര കാലം നന്മ എന്നൊക്കെ ഉള്ളത് അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് വരും. പക്ഷെ അള്ളാഹിനെ പറ്റി നല്ല വിചാരം വെക്കൂ. കുഴക്കൂല, കഷ്ടപ്പെടുത്തൂല. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ മറ്റൊരു സുഖം ഉണ്ടാവും. ഇന്ന മാൽ ഉസ്രി യുസ്ര, ഇന്ന മാൽ ഉസ്രി യുസ്ര. നിങ്ങൾക്കറിയുന്ന അതല്ലേ? പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട്. 2 തവണയാണ് ആ കാര്യം പറഞ്ഞത്. പ്രയാസമുണ്ടോ? എളുപ്പമുണ്ട്. ഇന്നമാൽ ഉസ്രി യുസ്ര. വീണ്ടും അതേ വാക്ക് തന്നെ അവർക്ക്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വരുമോ? എളുപ്പത്തിന് ഘട്ടം വരും. നിങ്ങൾ പിന്നിക്കൊന്ന് തിരിഞ്ഞു നോക്കി. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെയല്ലേ ഉണ്ടായത്? ചിലപ്പോൾ ഭയങ്കര ടൈറ്റും ബുദ്ധിമുട്ടും വിഷമവും പ്രത്യേകിച്ചൊന്നുമില്ല. അവിടുന്ന് പ്രശ്നം, ഇവിടുന്ന് പ്രശ്നം, അത് വന്ന് ഇത് വന്നെല്ലാം കൂടി കിട്ടിയ ശമ്പളവും കടം വാങ്ങിയിട്ടും തികയാതെ ഇടങ്ങറായിപ്പോയി. കുറെ മാസം അങ്ങനെ പോയപ്പോ പിന്നെ കുറെ മാസം ഒരു ആശ്വാസത്തിന് മാസം. പ്രത്യേകിച്ച് രോഗമില്ല, വലിയ ആവശ്യമില്ല, 4 പൈസ കീശയിൽ ബാക്കി ശമ്പളമൊക്കെ കിട്ടിയിട്ട് അങ്ങനെല്ലാം കൂടി പറയും. പിന്നെ അങ്ങനെ പോണതിന്റെ ഇടയിൽ കാണാം ഇവിടുത്തെ എല്ലാം കൂടി ഇങ്ങോട്ട് മരിഞ്ഞ് കൂട്ടിയിട്ട് കാണാം പൈസ കിട്ടിയാൽ തികയാതെ ചോദിച്ചിട്ട് കിട്ടണില്ല. അങ്ങനെല്ലാം കൂടി പോലത്തിൽ ഭയങ്കര ടേസ്റ്റ്. ഇതല്ലേ നമ്മൾ ഇതുവരെ ജീവിച്ചുകൊണ്ട് ഒക്കെ ഉദാഹരണം പറയാൻ പറ്റൂലേ? ഇതന്നല്ലേ ജീവിതം? ഇതന്നെ ജീവിതം. പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പിന്നാലെ ബുദ്ധിമുട്ടുകളും കടന്നു വന്നിരുന്നു. പിന്നെ എളുപ്പവും കടന്നു വന്നിരുന്നു, ബുദ്ധിമുട്ടുകൾ കടന്നു വന്നിരുന്നു, പിന്നാലെ സുഖത്തിന്റെ കാലഘട്ടവും വന്നിരുന്നു. ഇങ്ങനെയൊക്കെ കൂടി മനസ്സാ ഖുർആനോട് അങ്ങ് ബന്ധിപ്പിച്ചങ്ങ് നിർത്തി നോക്കൂ. ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് അള്ളാന്റെ വിധിയെ സ്വീകരിച്ചുകൊണ്ടൊരു മട്ടിലങ്ങ് നടന്നു പോകാൻ സാധിക്കും. ഇനി അതിന് തയ്യാറാവാത്ത ആളുകൾക്കോ, അങ്ങനെയൊന്നും അങ്ങോട്ട് ചിന്തിക്കാനോ അംഗീകരിക്കാനോ അതിന് മാത്രം വിശ്വാസം തള്ളാനോ സാധിക്കാത്ത ആളുകൾക്ക് വരാവുന്ന എന്താ? നിഷേധിക്കുന്ന ആളുകൾക്ക്, പൂർവികന്മാരായ ആളുകൾക്ക് വന്ന പോലെ വ്യക്തിപരമായും സാമൂഹ്യമായിട്ടൊക്കെ ശിക്ഷകൾ വരും. പിന്നെ അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷ വളരെ പെട്ടെന്ന് അവർക്ക് പിടികൂടിയെന്നും വരാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുഗ്രഹം എന്താണെന്നറിയോ? വമാ അർസൽനാക ഇല്ലാ പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അനുഗ്രഹം എന്താണെന്നറിയോ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ അല്ലേ ഖുർആനിലുള്ളത്. തന്നെ ഞാൻ അയച്ചത് നിയോഗിച്ചത് ലോകത്തിന് അനുഗ്രഹിയായിട്ടാണ്. അതെന്താണ് അനുഗ്രഹം? മുമ്പൊക്കെ ഒരു പ്രവാചകന്റെ കൽപ്പനകൾ ധിക്കരിച്ച ആളുകളെ അള്ളാഹു അങ്ങനെ നശിപ്പിക്കാറാണ്. വെള്ളപ്പൊക്കം കൊണ്ട്, തീ കൊണ്ട്, പിന്നെ ഈ ഭൂമിയാകെ കീഴ്മേൽ മറിച്ചിട്ട്, പിന്നെ അതുപോലെ തന്നെ കൊടുങ്കാറ്റ് കൊണ്ട്, ഇടുക്കിക്കൊണ്ടൊക്കെ. പക്ഷെ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ നിർത്തുന്ന ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റ നിഷേധിക്കുകയും ഒക്കെ തള്ളിപ്പറയും ഒക്കെ ഒരു കൂട്ടം ആളുകൾ ചെയ്താൽ ഈ ഉമ്മത്തിന് ഒന്നായിട്ട് പടച്ചോൻ നശിപ്പിക്കൂലാണ്. ഏത് മനുഷ്യ സമുദായത്തിന് ഇനി ഒന്നായിട്ട് നശിപ്പിക്കുന്ന ഒരു ഘട്ടമല്ല, അതിന് അവസാന കാലഘട്ടത്തിലേ ഉള്ളൂ. അതാണ് ആയത്തിന്റെ അർത്ഥം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നത്, ഞാൻ എന്റെ റബ്ബിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു, ഞാൻ ചോദിച്ചതൊക്കെ എനിക്ക് റബ്ബ് നൽകുകയും ചെയ്തു. ഒരു ഹദീസിന് തുടക്കം. എന്നിട്ട് നബി പറഞ്ഞ എന്താ അറിയോ? ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചൊരു ചോദ്യം എന്താണെന്നറിയോ? എന്റെ സമുദായത്തിലെ ആളുകൾ ചെയ്യുന്ന തെറ്റിന്റെ പേരിൽ അവരെ ഒന്നായി നശിപ്പിക്കരുത്, ശിക്ഷിക്കരുതെന്ന് ഞാൻ പടച്ചവനോട് പറഞ്ഞു. പടച്ചവൻ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നാലെ വരുന്ന നമുക്ക് വേണ്ടി പടച്ചവനോട് ഒരു തേട്ടം തേടിയാണ്. എന്താണെന്നറിയോ? നമ്മളെ അടുത്തൊക്കെ പറ്റുന്ന അബദ്ധങ്ങളും തെറ്റുകളും കാരണത്താൽ, നമ്മളൊക്കെ ചെയ്യുന്ന തോന്നിയാസം കാരണമായിട്ട് അള്ളാന്റെ ശിക്ഷ ഇറങ്ങിയിട്ട് നമ്മളൊന്നായി നശിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. വിട്ടുകൊടുക്കണം, അവർക്ക് മാപ്പാക്കി കൊടുക്കണം. പടച്ചവനെ ഒന്നായി ശിക്ഷിക്കരുത്. പാടെടുക്കാൻ പറ്റുന്ന മാതിരി ശിക്ഷ വരും, പക്ഷെ ഒന്നായിട്ടങ്ങ് നശിപ്പിക്കുന്ന ഒരു പോലെ ഉണ്ടാവരുത് എന്ന് നബി നമുക്ക് വേണ്ടി മുൻകൂട്ടി ആവശ്യപ്പെട്ടിരുന്നാണ്. അപ്പൊ അള്ളാഹു ആ ആവശ്യം അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോ അത് അങ്ങനത്തെ ഒരു ശിക്ഷ മുമ്പ് സംഭവിച്ച പോലെ ഒന്നായി സമൂഹം നശിപ്പിക്കുന്ന രംഗം വന്നില്ലെങ്കിലും വ്യക്തികൾക്കോ ആളുകൾക്കോ ശിക്ഷ വന്നുകൂടായില്ല എന്ന താക്കീത് അതില്ല. അപ്പൊ നമ്മളെപ്പോഴും ചെയ്യേണ്ട വെറുതെ, കാരണം ഇതിനൊക്കെ നമ്മളെ കയ്യിൽ ഉണ്ടാവണം അത്ര രംഗങ്ങളും. ആ തായിഫിലേക്ക് പോയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം ചോദിച്ചുകൊണ്ട്, അറിയാലോ, മക്കയിൽ രക്ഷയില്ലാതായപ്പോ തിരിച്ചു വന്നിട്ട് ഭ്രാന്തന്റെ മാതിരി അവർ ആട്ടി ഓടിച്ച് എറിഞ്ഞെല്ലാം കൂടി ആയിട്ട് പിന്നെ മുന്തിരിത്തോട്ടത്തിന്റെ സമീപത്ത് അങ്ങനെ ഇരിക്കുമ്പോ നബി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയിൽ എന്നിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ട്.
ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പ്രശ്നമാണ് ഈ ആരെയും നീ എത്തിച്ചു കൊടുക്കണം ഇലാമെന്തൊക്കെയാണ് നീ എന്നെല്ലാം കൂടി ഇങ്ങനെ ചോദിച്ചു വന്നിട്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ വാക്കുണ്ട്. അല്ല, നിനക്ക് എന്നോട് ദേഷ്യമില്ലെങ്കിൽ കോപമില്ലെങ്കിൽ എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല. രക്തമൊലിക്കുന്നുണ്ട് മേത്തുനിന്ന്. ഒരു നാട്ടിലേക്ക് ചെന്നൊരു മനുഷ്യനെ ഭ്രാന്തെന്ന് പറഞ്ഞ് കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ച് കൂക്കി വിളിച്ച് പിള്ളേരെല്ലാരും കൂടി പിന്നാലെ വന്ന് ഏത് നാട്ടിൽ നിന്നും കിട്ടാത്ത പ്രതികരണമാണ് തായ്ഫിൽ ആൾക്കാരെന്ന് എനിക്ക് കിട്ടിയത്. സംഭവം ഈ ആയത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹ്, എല്ലാം കാണുന്നവനാണ് അല്ലാഹ്. അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു രക്ഷാധികാരി നിങ്ങൾക്ക് മനുഷ്യർക്കാർക്കും ഇല്ല. അള്ളാഹുവിന്റെ തീരുമാനങ്ങളിൽ, ഹുക്കുമുകളിൽ അള്ളാഹു മറ്റാരെയും പങ്കു ചേർക്കാറില്ല. അഥവാ അള്ളാഹിന്റെ തീരുമാനം മാത്രമാണ് ഇവിടെയൊക്കെ നടക്കുന്നത്. ഇതിപ്പോ ഈ ചരിത്രം കൊണ്ട് വ്യക്തമാണല്ലോ. ഗുഹാവാസികൾ ആ കാലത്ത് എത്ര കാലം കഴിച്ചു കൂട്ടണം തീരുമാനിച്ചതും അവരെ ഉറക്കിക്കിടത്തിയതൊന്നും ഒരു മശായിഖന്മാർക്കും പങ്കിട്ടെന്ന് ആരും പറയില്ല. എന്തൊക്കെ ന്യായം പറഞ്ഞാലും അത് പറയാൻ പോകൂല. അത് വിവരക്കേടാന്ന് ഈ പറഞ്ഞവർക്കൊക്കെ അറിയാം. അതൊക്കെ റബ്ബിന്റെ തീരുമാനം മാത്രമാണ്. ആ തരം റബ്ബിന്റെ തീരുമാനങ്ങളിൽ റബ്ബ് മറ്റാരെയും പങ്കെടുപ്പിക്കാറില്ല. എന്നിട്ട് വസുലു, ഇത് നിങ്ങൾ പൂട്ടിവെക്കാനുള്ളതല്ല, ഓതിക്കൊടുക്ക്, ചൊല്ലിക്കൊടുക്ക്. മാ ഊഹിയയിലേക്ക, നിനക്ക് വഹിയായി ലഭിക്കപ്പെടുന്നതൊക്കെ നീ ചൊല്ലിക്കൊടുക്ക്. മിൻ കിതാബ് റബ്ബിക്, നിന്റെ രക്ഷിതാവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് നിനക്ക് വഹിയായി ലഭിക്കുന്ന ഈ വചനങ്ങൾ നീ ഓതിക്കൊടുക്കണം. ലാ മുബദ്ദിലി കലിമാതിഹി, അവന്റെ വചനങ്ങൾ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. ലാ മുബദ്ദിൽ, ബദലാക്കുന്നവൻ ആരുമില്ല, മാറ്റുന്നവൻ ആരുമില്ല. ലി കലിമാതിഹി, അള്ളാഹുവിന്റെ വചനങ്ങളെ. അള്ളാഹുവിന്റെ വചനങ്ങൾ എന്നോട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ ഖുർആന്റെ വചനങ്ങളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വിധികളാണ്, തീരുമാനങ്ങൾ. രണ്ടായാലും ആയത്തിന്റെ അർത്ഥം ശരിയാണ്. അള്ളാന്റെ വചനങ്ങൾ, അള്ളാന്റെ വിധി, തീരുമാനം, അത് മാറ്റാൻ ആർക്കും കഴിയില്ല. അല്ലെങ്കിൽ ഖുർആന്റെ ഈ ആയത്തുകൾ, ഇത് മാറ്റാൻ ആർക്കും കഴിയില്ല. ബന്ധം ഈ രണ്ടാമത് പറഞ്ഞതിനാണ്. അള്ളാന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ കലിമത്ത് എന്നാൽ ഖുർആന്റെ ആയത്തുകൾ. വലൻ തജിദ, നിനക്ക് കാണാനും കഴിയില്ല. മിൻ ദൂനി, അവന് പുറമെ മുൽത്തഹദ, ഒരു രക്ഷാകേന്ദ്രവും നിനക്ക് കാണാനും കഴിയില്ല, ഒരവലംബവും നിനക്ക് കാണാൻ. മുൽത്തഹദ്, രക്ഷപ്പെടാവുന്ന ഒരു സ്ഥലം, രക്ഷ കിട്ടുന്നൊരു സ്ഥലം, ആശ്രയിക്കാവുന്ന ഒരു സ്ഥലം എന്നൊക്കെയാണ് മുൽത്തഹദ്. ഇവിടെ ആ സംഭവം അവസാനിക്കുകയാണ്. ഏത്? ഗുഹാവാസികളുടെ ആ ചരിത്രത്തെ പറ്റിയുള്ള സംസാരം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മളൊരു കാര്യം ചെയ്യണം, മറക്കാതിരിക്കുക. എന്ത്? സൂറത്തുൽ കഹ്ഫിലെ ഈ ആയത്തുകളിൽ മാത്രമാണ് ഗുഹാവാസികളെ പറ്റി ഖുർആന് പരാമർശമുള്ളൂ. വേറെ എവിടെ ഇതിനെപ്പറ്റി യാതൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന്റെ വിശദീകരണമായി യാതൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ ഖുർആൻ ആയത്തുകൾ പിൽക്കാലത്ത് വിശദീകരിച്ച മുഫസ്സിറുകളിൽ പലരും ക്രിസ്ത്യാനികൾക്കിടയിലോ യഹൂദികൾക്കിടയിലോ പ്രചാരത്തിലുണ്ടായിരുന്ന പല അഭിപ്രായങ്ങളും തഫ്സീറുകളിലെടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ വിശ്വസിച്ചു കൊള്ളണം എന്ന് നിർബന്ധിക്കാനല്ല. അവർ ചെയ്തത് ഖുർആന്റെ പ്രയോഗങ്ങൾ സത്യമാണെന്ന് നിങ്ങളെ വേദഗ്രന്ഥം നോക്കിയാലും മനസ്സിലാവുന്നുണ്ടല്ലോ എന്ന് മറ്റുള്ളവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഞങ്ങളെ കിതാബ് പറഞ്ഞ കാര്യം നിങ്ങളെ കിതാബിലുണ്ടല്ലോ, ഇത് സത്യമാണല്ലോ എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ചെയ്തതാണ്. നമ്മൾ ചെയ്യേണ്ടത്, ഖുർആൻ പറഞ്ഞൊരു വാക്കുണ്ട്, വലാ തസ്തഫ്തിഫീൻ പിന്നും മഹദ. ഈ പറഞ്ഞൊന്ന് സ്വീകരിക്കാന്നല്ലാതെ ഇതിന്റെ തീരുമാനം അന്വേഷിച്ച് വേറെ ആരോടും ചോദിക്കാൻ പോണ്ട. ഞങ്ങളെ കിതാബിൽ ഇത് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു കഥ രസിക്കുന്ന ഒരു ചൊറുക്ക് കിട്ടിയില്ല, ഒരു റാഹത്തായില്ല എന്നും പറഞ്ഞിട്ട് വേറെ മറ്റു മതക്കാരുടെ വേദഗ്രന്ഥത്തിൽ എന്താ പറഞ്ഞതെന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു ശീലം ഉണ്ടാവരുത്. ഏത് കാലഘട്ടമാണെന്ന് അറിയാൻ പഠിച്ചവൻ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ഈ സംഭവം നടന്നത്. അവർ പോയ കാലഘട്ടത്തിലെ രാജാവാരാണ്, തിരിച്ചു വരുമ്പോഴുള്ള രാജാവാരാണ്, ഒന്നും ഖുർആൻ പറഞ്ഞു തന്നിട്ടില്ല. അത് അന്വേഷിക്കാനോട്ട് നമ്മളോട് പറഞ്ഞിട്ടുമില്ല. ആ നിലക്ക് ആ കാര്യം വിട്ടേക്കില്ല. ഖുർആൻ പറഞ്ഞു തന്ന അവിടെ മാത്രം ഒതുങ്ങിയിട്ട് മറ്റു ഭാഗത്തേക്ക് ആ വിഷയം കൊണ്ടുപോവാതിരിക്കുക. ഇതാണ് നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ശ്രദ്ധ. എന്നിട്ട് ഞാൻ പറഞ്ഞു, പക്ഷെ ഒരു അന്വേഷണത്തിന് ഖുർആൻ വിലക്കല്ല. ഏതൊരു അന്വേഷണത്തിന്? ഏതർത്ഥത്തില്? ഖുർആനിൽ പരാമർശിക്കപ്പെട്ട പൂർവ്വകാല ചരിത്ര സംഭവങ്ങൾ, ആദിന്റെയോ സമൂദിന്റെയോ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കപ്പലിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ, അത് ലോകത്തിന്റെ മുന്നിൽ സത്യമാണെന്ന് സ്ഥാപിക്കാൻ വല്ല തെളിവുകളും അന്വേഷിക്കുക, അത് കുറ്റകരമായൊരു കാര്യമൊന്നുമല്ല. ആ നിലക്കാണ് ജോർദാനിലെ അമ്മാന്റെ ഭാഗത്ത് കുഴിച്ചു നോക്കിയപ്പോൾ റജീബ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രാമത്തിന്റെ സമീപത്തൊരു ഗ്രാമത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടുകയും ഗുഹയുടെ അവശിഷ്ടങ്ങൾ കണ്ടുകിട്ടുകയും മറ്റുമൊക്കെ ചെയ്തതായിട്ട് മുസ്ലിം പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചത്. ആ നിലക്കൊരു ഖുർആനിൽ പറഞ്ഞതിനോട് സാമ്യമുള്ള ഒരു ഗുഹയായിട്ട് അത് കാണപ്പെടുന്നു.
അതായിരിക്കാം ഒരു പക്ഷേ. ഏതായിരുന്നാലും ശരി, മനുഷ്യൻ കുഴിച്ചു നോക്കിയിട്ട് ഈ ജാതി ഗുഹകൾ ചില സ്ഥലത്തുമൊക്കെ കിട്ടിയിട്ടുണ്ട്, കണ്ടെത്തിയിട്ടുണ്ട്. ഖുർആൻ അത്ര ആവശ്യമുള്ളൂ. ഇങ്ങനെ മനുഷ്യന്മാര് മുമ്പൊക്കെ ഗുഹകളിൽ പോയി താമസിക്കാറുണ്ട്, അഭയം തേടാറുണ്ടായിരുന്നു. അതൊക്കെ മനുഷ്യന് മുമ്പത്തെ രീതിയാണ് എന്ന് നിങ്ങൾ കുഴിച്ചു നോക്കിയപ്പോൾ ബോധ്യപ്പെട്ടില്ലേ? ഖുർആൻ അങ്ങനെ ഒരു സംഭവം പറഞ്ഞ് കണക്കാക്കിയാൽ മതി. നിങ്ങൾ അത് സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെടാൻ അത്ര മതി. അത്ര ആ കാര്യത്തിൽ. അതായത് അമ്മാനിൽ തന്നെയാണെന്ന് ഉറപ്പിച്ച് ഈമാൻ കൊണ്ടിങ്ങനെ നടക്കണമെന്നില്ല. ഇപ്പോൾ ഏറെക്കുറെ കണ്ടെത്തിയത് അതിനോട് സാദൃശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. ബാക്കി കഥകൾ ആ വിഷയത്തിലുള്ളത് ഒഴിവാക്കുകയും ചെയ്തേക്കുക. പ്രത്യേകിച്ച് നായന്റെ വർക്കത്തോ ബാക്കി കാര്യങ്ങളോ തുടങ്ങിയ വിഷയങ്ങളുണ്ടാവും. അത് ഖുർആനോട് യാതൊരു നിലക്ക് യോജിക്കാത്ത ചിന്തകളാണ് ആ പ്രചരിപ്പിക്കപ്പെടുന്നത് മനസ്സിലാക്കിയിട്ട് അത് വിട്ടു നിൽക്കുകയും ഇതാണ് ചെയ്യാനുള്ളത്. വേറെന്താ നമുക്ക് ചെയ്യാനുള്ളത്? അടുത്ത ഭാഗത്ത് ഞാൻ പോകുന്നില്ല, നിർത്താണ്. വേറെന്താ നമുക്ക് ചെയ്യാനുള്ളത്? വേറെ ചെയ്യാനുള്ളത് നമ്മൾ ആ കഥ, ആ ചരിത്ര ഈ ആയത്തൊന്നും എടുത്ത് വായിച്ചു നോക്കൂ. കംപ്ലീറ്റ് ഒന്നിങ്ങനെ വായിച്ചു നോക്കൂ. ഖുർആൻ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അത് മാത്രം മാർക്ക് ചെയ്തോളൂ. നിങ്ങൾ തലയിൽ നേരത്തെ സ്റ്റോർ ചെയ്ത കഥയില് ഖുർആൻ പറഞ്ഞത് മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കൂ. അത് മാത്രം അവിടെ വെച്ച് ബാക്കി കൊണ്ട് ഒഴിവാക്കിക്കാളി. ഇത്രയേ ഉള്ളൂ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. അത്ര വാക്യം വെച്ചാൽ മതി നമ്മള്. പിന്നെ നമ്മളിങ്ങനെ അതിന്റെ പിന്നാലെ നടക്കാൻ മെനക്കെടണ്ട. വലിയ ഗതികേട് നോക്കൂ നിങ്ങൾ. ഇവർ രണ്ടാമത് ഉണർന്ന് എഴുന്നേറ്റ് വന്നപ്പോ ആ നാട്ടിലെ ആളുകൾ വിശ്വാസികളായിരുന്നു എന്നൊരു അബദ്ധം ആദ്യം പറഞ്ഞു വെക്കുന്നുകൊണ്ടാണ് ഈ പള്ളി ഉണ്ടാക്കുന്നതിന് പിന്നാലെ ആൾക്കാർ പോയത്. ഖുർആൻ ആദ്യം പറയാൻ പോയിട്ടില്ല, എന്നാ ഈ അബദ്ധോട്ട് വരൂലായിരുന്നു. ഖുർആൻ പറഞ്ഞിട്ട് നിർത്തിയിരുന്നെങ്കിൽ. അപ്പൊ എന്താ ഖുർആൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് എവിടെ ചാടിയാലും സമൂഹത്തിന് പിന്നീട് ദോഷമായിട്ടേ വരുള്ളത് വിശ്വാസരംഗത്ത്. അത് സംഭവിച്ചുകൂടാ. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഈ ആയത്തിറങ്ങിയ ആ ഒരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ആളുകളെ മുന്നിൽ നിന്നിട്ട് സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തുകൾ ഇങ്ങനെ വിശദീകരിച്ച് ഓതിക്കൊടുക്കുന്ന ഒരു രംഗം മനസ്സിൽ കാണാം. ഈ ആയത്ത് വത്തുലുമാ ഊഹിയയിലേക്കാന്നാ പറഞ്ഞു, ഓതിക്കൊടുക്ക്, ഇത് ആളെ മുന്നിൽ പറയാൻ നാണിക്കരുത് നിങ്ങള്. ആ പാഠം മനസ്സിലാണ്ടല്ലോ. നമ്മളെങ്ങനെ ഇപ്പൊ ഈ ബുദ്ധിമാന്മാരായ ജനങ്ങളെ മുന്നിൽ 300 വർഷം ഉറങ്ങിക്കിടന്ന ഒരു സംഭവം പറഞ്ഞാൽ അതൊരു ഐതിഹ്യമായി നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കൂട്ടിവെക്കുകയാണ്. ആ ജാതി ചിന്തൊന്നും വേണ്ടോ. വത്തുലുമാ ഊഹിയയിലേക്ക് കിതാബ് റബ്ബി, നിന്റെ രക്ഷിതാവിന്റെ കിതാബിൽ നിന്ന് വഹിയായി ലഭിക്കപ്പെടുന്ന നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്ക് ഇങ്ങനെയൊക്കെയുണ്ടെന്ന്. അവർ നിഷേധിക്കുമെന്ന് നീ ഭയപ്പെടേണ്ടതില്ല. നിന്റെ ജോലിയല്ലത്. ലാ മുബദ്ദിലി കലിമാതി, നിന്റെ റബ്ബിന്റെ വചനങ്ങൾ മാറ്റിമറിക്കാൻ ആർക്കും കഴിയില്ല. നിങ്ങൾക്കുള്ള കോപ്പതാണ്. ഈ കിതാബ് ഇങ്ങനെ മാറ്റമില്ലാതെ 1400 വർഷമായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സംഭവം ഇതൊരു അത്ഭുത. അങ്ങനത്തെ ഒരു അത്ഭുത കിതാബിൽ ഈ സംഭവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പിന്നെ എന്തിനാ നിങ്ങൾ കാണിക്കുന്നത്? ലാ മുബദ്ദിലി കലിമാതി അതിന്റെ പിന്നാലുണ്ട്. അത് പുലർന്നിട്ടുണ്ട് ഇതുവരെ. അക്കിതാബിലാ പറഞ്ഞത് മുകളിലൊരു സംഭവം. പിന്നെ അത് നിങ്ങൾക്ക് പറഞ്ഞൂടെ? നമ്മുടെ മനസ്സിനെ പഠിച്ചോ ചികിത്സിക്കണത്. അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ പറയല്ലോ. അത് പറയണ്ടായി കേട്ടാ എനിക്ക് ചിലപ്പോ നമ്മളെ പറ്റി ഒരു മോശം തോന്നിയെങ്കിലോ. അങ്ങനല്ല, അങ്ങനെ സംഭവം കിതാബിലുണ്ട്. എന്നാ അതുപോലെ വേറെല്ലാം പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല. ഖുർആൻ പറഞ്ഞാൽ വിശ്വസിക്കൂല, ഞങ്ങൾ വിശ്വസിക്കാനും പോകുന്നില്ല. ഖുർആനിൽ അത്ര അതിന് എണ്ണപ്പെട്ട സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ചൊല്ലിക്കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആട്ടെ, ഇപ്പൊ നബിയും സഹാബത്തും അത് ചൊല്ലിയിട്ടുണ്ട്. അവിടെ അവർക്ക് കിട്ടിയ ഗുണം എന്താണ് ഈ സംഭവം കൊണ്ട്? ഈ ആയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അത് അവിടേക്കാണ് നമ്മുടെ മനസ്സെത്തിപ്പെടേണ്ടത്. ഈ ആയത്തെല്ലാം കൂടി ഇങ്ങനെ ഊതി കേൾപ്പിക്കപ്പെട്ടപ്പോൾ ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്കും കിട്ടിയ പ്രയോജനം എന്താ പറഞ്ഞിരുന്നു ഞാൻ. എന്തായിരുന്നു? ഗുഹാവാസികളുടെ സംഭവങ്ങൾ ആ നാട്ടിൽ ആളുകൾ സംസാരിക്കാറുണ്ടായിരുന്നു. ഇത്ര വിശദമായിട്ടല്ലെങ്കിലും അല്പാൽപമായിട്ടൊക്കെ ആളുകൾ. അതൊക്കെ ഒരു അത്ഭുത കഥയായിട്ട്, ഖുർആനോട് മത്സരിക്കാവുന്ന മറ്റൊരു കഥയായിട്ടൊക്കെയാണ് ആളുകൾ പറയാറ്. അതൊരിക്കലും നബിയും സഹാബത്തും ഏറ്റു പറഞ്ഞിട്ടില്ല. ഗുഹാവാസികളുടെ കഥ ഉണ്ടെന്ന് നബിയും പറഞ്ഞിട്ടില്ല, സഹാബികളും പറഞ്ഞില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് 10-13 വർഷം തീരാറാവുകയാണ്. ഹിജ്റക്ക് തൊട്ട് മുമ്പ് ആ സൂറത്തുൽ കഹ്ഫ് അവതരിക്കുന്നത്. അന്നാണെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തന്നെ സംരക്ഷിക്കാൻ ആളില്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുക. ഇനി എവിടെ പോയാലോ രക്ഷ കിട്ടുക എന്നിങ്ങനെ ഭയപ്പെടുക. ആരോരും കാണാതെ രാത്രി സമയങ്ങളിൽ, ഞാൻ ആ രംഗം നിങ്ങൾക്ക് വർണ്ണിച്ചു തന്നിട്ടുണ്ടല്ലോ ക്ലാസ് തുടങ്ങുമ്പോൾ. അതായത് ആരോരും അറിയാതെ നബി ഈ ആയത്തിറങ്ങുന്ന കാലഘട്ടത്തിൽ നബിന്റെ അവസ്ഥ തായിഫിലേക്കുള്ള ഹിജ്റയും കഴിഞ്ഞ് രക്ഷ കിട്ടാതെ മക്കയിൽ വന്ന് അഭയം തേടി മക്കയിലെത്തി നിൽക്കുക. ഇനി മക്കയിൽ ഏതാണ്ട് ഒരു ധ്രുവീകരണം നടന്നു കഴിഞ്ഞു. ഇനി അധികം ആൾക്കാരും ഇസ്ലാമക്ക് വരാനില്ല എന്നൊരു കോലത്തിലയക്കുന്നു. എന്നാൽ ഉള്ള മുസ്ലിങ്ങളെ പിടിച്ചു നിർത്തി ബാക്കി മുന്നോട്ട് പോകാനുള്ള വഴി മക്കയെ കാണുന്നുണ്ടോ? അതോട്ട് കാണുന്നില്ല. നബിനെ വരെ കൊല്ലാനുള്ള പ്ലാനേറ്റ് ഇവർ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്നതോ പരസ്യമായുള്ള ഇങ്ങനെ നടക്കുന്നതിന് പകരം ഗോത്രങ്ങളെ തെരഞ്ഞു പോകാൻ, ചെറിയ ചെറിയ കുടുംബങ്ങളും ഗോത്രങ്ങളും കാരണവന്മാരായിട്ട് ഇങ്ങനെ ഗ്രൂപ്പായി താമസിക്കുക പല ഭാഗത്തും മക്കയുടെ പ്രാന്തപ്രദേശങ്ങളിൽ.
മക്കയുടെ നഗരത്തിന്റെ ഉള്ളിൽ നിന്ന് വിട്ടിട്ട് നബി ഈ സ്ഥലത്തേക്ക് പോവുക. പകല് പോകുന്നത് ഇവര് വാച്ച് ചെയ്തപ്പോ നബി രാത്രിയിൽ ഇവരടുത്ത് പോയി പറയാണ്, ഞാൻ പോയി മുട്ടി വിളിച്ചിട്ട് കൂടെ അബൂബക്കർ സിദ്ദീഖ് ഉണ്ടാവാറുണ്ട്, പല ദിവസങ്ങളിലും പല ദിവസങ്ങളും ഉമർ ഖത്താബ് റളിയല്ലാഹു ഉണ്ടാവാറുണ്ട്. ആ ഏതെങ്കിലും ഗോത്രം താമസിക്കുന്ന കാരണന്മാരെ ഗോത്രത്തലവന്റെ അടുത്ത് പോയിട്ട്, ഞാൻ മുഹമ്മദാണ്, നിന്റെ കൂടെ വന്ന അബൂബക്കറാണ്, ഉമറാണ്, ഞങ്ങളൊരു കാര്യം പറയാൻ വന്നതാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ വിശ്വസിക്കണമെന്നും പടച്ചവനെ മാത്രം ആരാധിക്കണമെന്നും പറയുന്ന ഒരു പ്രവാചകന്റെ രംഗം. എന്താ പ്രവാചകന്റെ ലക്ഷണം അറിയോ? ഖുറൈശികൾ ഇന്നിഞ്ഞ് സഹായിക്കൂല, ഒരിക്കലും സഹായിക്കൂല. അബൂതാലിബും കൂടി പോയി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അബൂലഹബിന്റെ അടുത്ത് ആ കാര്യം രക്ഷ കിട്ടൂല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഗോത്രക്കാരൊരു താങ്ങായിട്ട് പിന്നാലെ നിന്നാലേ എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് കണക്കാക്കിയിട്ട് സഹായം ചോദിച്ച് നടക്കുന്ന ഒരു പ്രവാചകന്റെ ചിത്രമുണ്ട് ഈ ആയത്തിറങ്ങുന്ന കാലത്ത്. ഈ സമയത്ത് ആ സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തിറങ്ങുന്നത് ഖുർആൻ പറഞ്ഞു, ഈ നാട്ടുകാർ പറയുന്ന ഗുഹാവാസികളെ സംഭവമല്ലേ, നിങ്ങളെ പൂർവികന്മാരാണ്. അവര് ഉറച്ചു നിന്ന് പറഞ്ഞു, ലൻ നദുവ മിൻ ദൂനിയ ഹദ, പടച്ചോന്റെ പുറമെ മറ്റാരെയും ഞങ്ങൾ പ്രാർത്ഥിക്കൂല എന്ന് ഉറപ്പിച്ചു പറഞ്ഞപ്പോ റബ്ബത്തുന അലാ ഖുലൂബിഹിം, അവരെ മനസ്സിന് നാം ദൃഢത നൽകിയിട്ടുണ്ട്, രക്ഷിച്ചിട്ടുണ്ട്, അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നിങ്ങനെ അങ്ങോട്ട് പറയുമ്പോ എന്തോ ഒരു സമാധാനമാണ് ആ സഹാബികൾ അനുഭവിച്ചിട്ടുണ്ടാവുക. മനസ്സുകൊണ്ട് കണ്ടുനോക്കൂ നിങ്ങളത്. ഇലാഹി, ഞങ്ങൾ ഇത്രകാലം കേട്ട ആ ഗുഹാവാസികളെ സംഭവം ഞങ്ങളെ ബാക്കിയാണ്, ഞങ്ങളെ പൂർവികന്മാരാണ്, റബ്ബിനെ മാത്രം പ്രാർത്ഥിക്കൊള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് അവർക്ക് ഗതി വന്നത്, അങ്ങനെയാ റബ്ബ് അവരെ രക്ഷിച്ചത് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഖുർആൻ കൊടുക്കുന്ന ആവേശം എന്താന്ന് പറഞ്ഞാൽ, ഇങ്ങനെ അവരെയൊക്കെ രക്ഷിക്കാൻ സാധിച്ച റബ്ബിന്റെ ആളുകളാ നിങ്ങൾ. അസാ അയ്യഹ്ദീനി റബ്ബി ലിഅഖറബ മിൻ ഹാദാ റഷദ, ഇതിനേക്കാളും മെച്ചപ്പെട്ട ഒരു നല്ല വഴി റബ്ബ് തുറന്നു തരാതിരിക്കുവോ? നീ അങ്ങനെ പ്രാർത്ഥിച്ചോ, നീ അങ്ങനെ കരുതിക്കോ എന്നിങ്ങനെ പറയുമ്പോ എവിടെങ്ങാണ്ടോ സഹായത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടാൻ പോകുന്നുണ്ട് എന്നൊരു ധാരണയിൽ ഇവരെ കൊണ്ട് ഇങ്ങനെ നിർത്തുക. എന്നിട്ട് ഏതാനും മാസങ്ങൾ കഴിയുമ്പോഴേക്കാണ് ഹജ്ജിന് വരുന്ന ആളുകൾ സംസാരം പിന്നെ അക്കബയിൽ വെച്ചിട്ട് ഉടമ്പടി നടക്കുന്നത്, പിന്നീട് അവര് ഹിജ്റക്കുള്ള പ്ലാൻ തയ്യാറാവുന്നത്, പോകുന്നത്. ഏതാനും ഒരു വർഷമൊക്കെ കഴിയുമ്പോഴേക്ക്, എത്രേ പറയാൻ പറ്റുമോ, വർഷമൊക്കെ കഴിയുമ്പോഴേക്ക് ഇതുപോലത്തെ ഒരു ഗുഹയിൽ ആ നബിയും ആ അബൂബക്കർ സിദ്ദീഖും കൂടി മാത്രമായിട്ട് സമ്മേളിക്കുക. ഉറങ്ങാനല്ല, ഉണർന്നിരുന്നു കൊണ്ട് കാത്തിരിക്കുക, പോകാനുള്ളൊരു ദിവസം കാത്തുകൊണ്ട്. ഖുർആന്റെ ഈ ആയത്ത് പോലെ അന്ന് ഓതിയിട്ടുണ്ടാവും. പടച്ചോന് നമ്മളോട് കുറച്ചു മുമ്പ് പടച്ചോന് ഗുഹാവാസികളെ കഥ പറഞ്ഞെന്ന്, ഞാനും നിങ്ങളിപ്പോ ഗുഹയിലാണില്ലേ, നമ്മളെ നബി ഗുഹയിൽ കൂടെ രക്ഷപ്പെട്ടതില്ലേ, ആ രംഗാലോചിച്ച് നോക്കൂ നിങ്ങൾ. അതാണ് ആ ഖുർആന്റെ ആ ആയത്ത് കൊണ്ട് അന്ന് കിട്ടിയ പ്രയോജനം. ഒരു സൂചന നൽകി അവർക്ക് രക്ഷക്കുള്ള വഴിയും ആ പ്രതീക്ഷയിൽ നൽകി. ഇതാ നമുക്ക് കിട്ടേണ്ടത്, വെറുതെ പറയുന്നതല്ല നമുക്ക് കിട്ടേണ്ടത്. അവരാ വാക്ക് ഞാൻ ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഏത്? വറബത്ന അലാ ഖുലൂബിഹിം ഇത് ഖാമു ഫഖാലു, 14-ാമത്തെ ആയത്ത്. ഇത് ഖാമു ഫഖാലു റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർള് ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹ ലഖദ് ഖുൽനാ ഇദൻ ശതത. ഉറച്ചു നിന്നവർ പറഞ്ഞില്ലേ, ആകാശഭൂമികളെ റബ്ബായ റബ്ബനെ അല്ലാതെ മറ്റാരെയും ഞങ്ങൾ പ്രാർത്ഥിക്കയില്ല, അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ അതിക്രമികളാണെന്ന് അവർ പറഞ്ഞപ്പോ റബ്ബ് മനസ്സിന് ഉറപ്പും ദൃഢതയും നൽകി എന്ന് പറഞ്ഞ ആ വാക്കില്ലേ, അതന്നെ. നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ ആയിരിക്കും നമ്മുടെയൊക്കെ നാടുകളിൽ. പടച്ചോനെ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരില് ഒരുപാട് ഭീഷണികൾ. മയ്യത്ത് മറമാടൂല, തിരിഞ്ഞു നോക്കാൻ ആളുണ്ടാവില്ല, മക്കളെ കെട്ടിക്കാൻ സഹായിക്കാൻ ആളുണ്ടാവില്ല. ഈ ജാതി ഭീഷണികളാ പലപ്പോഴും ആളുകൾ മുഴക്കാറ്. ഇവിടെ നമുക്കുള്ളൊരു വാക്കെന്താണ്? അല്ലന്നതുവാമിൻ ദൂനിഹി, റബ്ബിന് പുറമെ മറ്റൊരുത്തനോടും പ്രാർത്ഥിക്കൂല. അങ്ങനെ എങ്ങാനും ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അത് വലിയ അക്രമല്ലേ എന്ന് തീരുമാനിച്ച് ഉറച്ചു നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിന് റബ്ബിന്റെ ഒരു ദൃഢത, ഒരു ഉറപ്പ്, ഒരു ചങ്കൂറ്റം നൽകാൻ ആ ചങ്കൂറ്റത്തിൽ ആളുകൾ നിൽക്കുകയും ചെയ്യും. അത് സത്യ. അത് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങൾ എമ്പാടും നാട്ടുകളിൽ കാണാറുണ്ട്. റബ്ബ് കൈയൊഴിയില്ല എന്ന് പറഞ്ഞ വാക്ക് റബ്ബ് പാലിക്കാറുണ്ട്. കാരണം എന്താ അറിയോ, ആളുകൾക്ക് ആ കാര്യത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ആൾക്കാർ ഇളകാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ എന്തു വന്നാലും പടച്ചവനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് തീരുമാനിച്ചൊരു മനുഷ്യനെ റബ്ബ് കൈയൊഴിയാറില്ല. അയാൾക്ക് എന്തെങ്കിലും മാർഗങ്ങൾ, സഹായങ്ങൾ നൽകിക്കാറുണ്ട്. നിങ്ങൾ പരിശോധിക്കൂ. ഇപ്പൊ കേരളത്തിലൊക്കെ തന്നെ 10-60 കൊല്ലത്തെ പിറകോട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഒറ്റപ്പെട്ട ദിക്കുകളിൽ അള്ളാനെ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറഞ്ഞ മനുഷ്യന്മാര് എന്നിട്ട് ഓലാരും മരിച്ചുപോയില്ലേ, ഓലെ കാര്യങ്ങളൊന്നും നടന്നുപോയില്ലേ, ഓലെ മയ്യത്തൊക്കെ ഇങ്ങനെ ബാക്കി മൃഗങ്ങൾ തിന്നു തീർക്കുക ചെയ്തത് യാതൊന്നുമില്ല. അവരെ മക്കളാരെ കല്യാണം നടന്നിട്ടില്ലേ, അവരെ വീട്ടിലൊന്നും കാര്യങ്ങൾ നടന്നിട്ടില്ലേ, ഒക്കെ നടന്നു പോയിട്ടുണ്ട്. ചിലപ്പോ
മുമ്പത്തേനേക്കാൾ ഏറെ ഭംഗിയായി നടന്നു പോയിട്ടുണ്ടാവും. അതായത് സത്യമാണ്. പരിശോധിച്ച് നോക്കി നിങ്ങൾ പറയുക 60 വർഷത്തിനിടയ്ക്ക് 70 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഞാൻ റബ്ബിനെ മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ എന്ന് പറഞ്ഞതിന് പേരിൽ സമൂഹം വിലങ്ങിയിട്ട് ഒരു മനുഷ്യന്റെ മയ്യത്ത് അനാഥമായി കിടന്നൊരു സന്ദർഭം, അയാളെ സഹായിക്കാൻ തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്ത ഒരു സന്ദർഭം പറഞ്ഞാട്ടങ്ങൾ ഉണ്ടാവില്ല. നമ്മളാരും കാണാത്ത എന്തോ ഒരു സഹായത്തിന്റെ വാതിലുകൾ മനുഷ്യന്മാരായി നമ്മളാക്കി ചെയ്യണമെന്നില്ല. റബ്ബ് മനുഷ്യന്റെ മുന്നിൽ തുറന്നു കൊടുക്കും. റബ്ബുൽ തവക്കലാക്കി നിൽക്കുമ്പോഴേ അതാണ് ആ പാഠം. അതുകൊണ്ട് തന്നെയാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ആ സൂറത്തുങ്ങളൊന്ന് പാരായണം ചെയ്തോളൂ. ഏതായാലും നിങ്ങൾ പള്ളിയിലൊന്നും ഇരിക്കുകയല്ലേ, അല്ലെങ്കിൽ നേരം വെളുത്തുള്ള ജുമാ ദിവസമല്ലേ, നിങ്ങളതൊന്ന് പാരായണം ചെയ്യും. നിങ്ങൾക്കത് നിങ്ങളെ ഈ മാർഗത്തിൽ മുന്നോട്ട് പോകാനുള്ളൊരു വലിയ ആവേശം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ നൽകിയത്. എന്നിട്ട് ഇനി ചെയ്യുന്ന സമയം ഇനി എന്താ ചെയ്യുന്നതെന്ന് അറിയുന്നത് ഖുർആൻ ഇത്രയും പറഞ്ഞു നിർത്തിയിട്ട് ഖുർആൻ പറയുന്ന വാക്കെന്താണെന്നറിയോ? ഒരു കാര്യം പ്രവാചകര് ഒരു കാര്യം വാസ്ബിർ നഫ്സക മഅല്ലദീന യദഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശീ. ആ ബന്ധം നോക്കൂ നിങ്ങൾ ആയത്തിന്റെ. നീ ക്ഷമിച്ചു നിൽക്കണം, സഹിച്ചു നിൽക്കണം. ആരെ കൂടെ? റബ്ബിനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവിടെ രാവിലെയും വൈകുന്നേരവും. യുരീദൂന വജ്ഹഹു, റബ്ബിന്റെ തൃപ്തിയും ആഗ്രഹിച്ചുകൊണ്ട് പടച്ചോനെ തേടി നടക്കുന്ന കുറച്ച് മനുഷ്യന്മാരുണ്ട് അവിടെ. വല തഅ്ദൈനാകൻഹും, അവരെടുത്ത് തന്നെ കണ്ണെങ്ങാനും തെറ്റിപ്പോകരുത്, അവരെ നീ പരിഗണിക്കാതിരിക്കരുത്. തുരീദു സീനത്തുൽ ഹയാത്തി ദുനിയ, ഈ ഇഹലോക ജീവിതത്തിന്റെ അലങ്കാരവും ആഗ്രഹിച്ചുകൊണ്ട് ആ പാവങ്ങളെ പരിഗണിക്കാതിരിക്കരുത് നീ. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു ദിക്രിനാ, നമ്മുടെ വചനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചവരെ നീ സ്വീകരിക്കരുത്. വത്തബ ഹവാഹു, ദേഹേച്ഛകൾ പിൻപറ്റുന്നവരെയും വക്കാന അമ്രുഹു ഫുറത, അമിതമായി അതിരി കവിഞ്ഞ് ജീവിക്കുന്നവരെ നീ പിൻപറ്റരുത് എന്നും പറഞ്ഞൊരു ആയത്തതിന്റെ മേമ്പൊടിയായി തൊട്ട പിന്നാലെ എന്താണ് ആയത്ത്? പ്രവാചകരെ രാവിലെയും വൈകുന്നേരങ്ങളിലും പടച്ചവന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയുമായി കഴിഞ്ഞുകൂടുന്ന ഒരു കൂട്ടം അനുയായികളുണ്ട് താങ്കളുടെ കൂടെ. ആ അനുയായികളെ വിട്ട് കാര്യപ്പെട്ടവരും പ്രധാനികളും തന്റെ കൂടെ വരണമെന്ന് വിചാരിച്ചുകൊണ്ട് അവരെ പിന്നാലെ തെരഞ്ഞു പോകരുത്. ഈ പാവങ്ങളെ കൈയൊഴിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഒരിക്കലും സംഭവിച്ചു പോകരുത് എന്നും പറഞ്ഞിട്ട് ആയത്തിറങ്ങണേ. ആയത്തിറങ്ങാനുള്ള കാരണം പറഞ്ഞു ആ സഹാബികൾ. പാവപ്പെട്ട ഞങ്ങൾ, ഒരു സമയത്ത് അവർ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, പാവപ്പെട്ട ഞങ്ങള് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ്, സുഹൈബ്, ബിലാൽ റളിയല്ലാഹു അൻഹും തുടങ്ങിയുള്ള സഹാബികള് നബിയുടെ കൂടെ അങ്ങനെ നടക്കുമ്പോൾ ഖുറൈശി പ്രമാണിമാരൊരിക്കൽ വന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, ഞങ്ങൾക്ക് നിന്റെ കൂടെ നടന്നാൽ തരക്കടില്ല എന്നുണ്ട്. പക്ഷെ നിന്റെ കൂടെ നടക്കണമായിരുന്നല്ലോ, ഇവരെ കൂടെ ഞങ്ങൾ നടക്കേണ്ടി വരില്ല. എപ്പോഴേ ഈ ബിലാലും അബ്ദുല്ലാഹ് ബിൻ മസ്ഊദും ഇവരൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ ഒരു കാര്യം ചെയ്യ്, ഇവരൊക്കെ എന്റെ മാറ്റി നിർത്തി. എന്നാൽ പ്രധാനികളായ ഞങ്ങൾ നിന്റെ കൂടെ വരാം, VIP-കളായ ഞങ്ങൾ നിന്റെ കൂടെ വരാം. ഈ പാവങ്ങളെ മാനേഴ്സ് ഇല്ലാത്ത അല്ലെങ്കിൽ ഭംഗിയില്ലാത്ത നിലവാരമില്ലാത്തവരെ മാറ്റി നിർത്ത്, എന്നാ ഞങ്ങൾ വരാന്ന് പറഞ്ഞു. ആയത്തിറങ്ങിയിട്ട് പറഞ്ഞു, അങ്ങനെ വരെ മാറ്റിയിട്ട് ഒരു കിട്ട് വരണ്ടാന്ന് പറഞ്ഞേക്ക്. ഈ ആയത്ത് കൊണ്ട് ഏറെ സന്തോഷവരാരാന്ന് പറയുന്നത് ഈ പാവപ്പെട്ട സഹാബികളാണ്. ഈ ആയത്തിറങ്ങാനുള്ള കാരണം ഒരു പറയുന്നത് എപ്പോഴാണ് പറയുന്നത്? താബീങ്ങളായ ചില ആളുകൾ ഈ ആയത്ത് ഓതിയപ്പോൾ എരുത്തിരുന്നിട്ട് ഇവര് പറയാണ്, ഏത് ബിലാൽ അബ്ദുല്ലാഹി റസൂലൊക്കെ അബ്ദുല്ലാഹി റസൂല പറഞ്ഞേ, ഈ ആയത്തിറങ്ങിയ സന്ദർഭം എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ഈ ആയത്ത് ഓതുന്ന സഹാബിയോട് ചോദിക്കുക, നിനക്കറിയാം ആയത്തിറങ്ങിയത് എപ്പോഴാന്ന്? ഞാൻ പറഞ്ഞുതരാം. ഞാനും ഞങ്ങളെപ്പോലത്തെ 4-5 ആൾക്കാരും കൂടി നബിന്റെ കൂടെ നടക്കുമ്പോഴേ ആ ഖുറൈശി പ്രമാണിമാർ അന്ന് ഞങ്ങളോട് പറഞ്ഞു, സകലം നശിച്ചു, ഇന്ന് ഞങ്ങൾ ബാക്കിയായിരിക്കുന്നുണ്ട്, പക്ഷെ അവര് നശിച്ചു. അവര് ഞങ്ങൾ നബിനോട് പറഞ്ഞു, ഞങ്ങളെ മാറ്റ്. അതൊരു മനുഷ്യന് നിങ്ങളൊന്ന് ആലോചിച്ചത് അനുഭവിക്കേണ്ടി വരുന്ന ഗതികേട്. നിലവാരമില്ലാത്തതുകൊണ്ടും ഭംഗിയില്ലാത്തതുകൊണ്ടും നമ്മളെയൊക്കെ ഒരു സദസ്സെന്ന് മാറ്റി നിർത്തപ്പെടുക എന്ന് പറയപ്പെടുന്ന ഒരു രംഗമുണ്ടല്ലോ, അത് വല്ലാത്തൊരു അനുഭവ ജീവിതത്തിലെ. അതായി സഹാബിയോട് കേൾക്കേണ്ടി വന്നത്. അത് പടച്ചോനക്ക് തീരെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാ പടച്ചോൻ ആയത്തിറങ്ങിയിട്ട് പറഞ്ഞു, പിന്നെ പല അതിനാക്കാനും നിന്റെ കണ്ണുകൾ ഇവരെയും വിട്ടു പോകരുത് എന്ന് വെച്ചാൽ ഈ പാവങ്ങളെ പരിഗണിക്കാത്ത ഒരു സാഹചര്യം തന്റെ ജീവിതത്തിൽ വന്നുകൂടാ എന്നും പറഞ്ഞിട്ട് ആയത്തിറങ്ങി. എന്തോ ഒരു സന്തോഷം ആൾക്കാർക്ക് അറിയാം. റബ്ബെ, ഞങ്ങളെ ഒഴിവാക്കണം എന്ന് ഇവര് പറഞ്ഞപ്പോ ഒഴിവാക്കണ്ടെന്ന് തീരുമാനം വഹിയായി പറഞ്ഞു രഹസ്യമായി പറഞ്ഞതിന് പകരം പരസ്യമായ ഒരു ആയത്തിലൂടെ കാലാകാലത്തേക്ക് അവതരിപ്പിക്കാൻ അല്ലാഹു ചെയ്തിരുന്നു. അപ്പൊ എന്തായി? അസ്ഹാബുൽ കഹ്ഫിന്റെ കഥ കണ്ട് പറഞ്ഞു കൊടുത്തിട്ട് ഈ ആളുകളെ മനസ്സിൽ പ്രത്യേക നിലവാരത്തിൽ കൊണ്ടേ നിർത്തിയിട്ട് പറഞ്ഞു, നിന്റെ കൂടെ ഇസ്ലാമിന്റെ തുടക്കം മുതൽ നടക്കുന്ന കുറെ പാവങ്ങളായ ആളുകളില്ലേ, എന്തൊക്കെ പുരോഗതിയും വർധനവും വന്നാലും അധോഗതിയും പിന്നോട്ടോ എന്ത് സംഭവിച്ചിരുന്നാലും ശരി, ഈ ആളുകളെ മറക്കുന്നൊരു സാഹചര്യം വന്നുകൂടാന്ന് പറഞ്ഞപ്പോ ഓലൊക്കെ ഈ ദീനിനോട് ഒട്ടി നിന്നു കാലാകാലം. അതാ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ ദീനിനു വേണ്ടി മരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴോ ജിഹാദിന് പറഞ്ഞപ്പോഴോ ഓൽക്കാർക്കും വിഷമില്ലാതിരിക്കുകയും ചെയ്തു. എന്നിട്ട് ഖുർആൻ ബാക്കി നൽകേണ്ട പാഠങ്ങൾ നൽകുകയും ചെയ്തു. ആ നിലക്ക് ഖുർആന്റെ ആയത്തുകൾ മനസ്സിലാക്കുമ്പോൾ ഒരു കഥ വായിച്ചു പോകുന്നതിനേക്കാൾ ഏറെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് മനസ്സിലാകുന്നുണ്ട്.
ആ നിലക്കന്ന് വായിച്ചു നോക്കുക, ഉപകാരപ്പെടുമാറാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ കൊണ്ട് പ്രയോജനം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവണം. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا رب. എന്നുള്ള സത്യം ഖുർആനില് ലാത്തയെ പറ്റി ഉസ്സയെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടില്ലേ? ആരാ ലാത്തയോ ഉസ്സയൊക്കെ മനാത്തയൊക്കെ? ലാത്ത ഉസ്സ മനാത്ത എന്നൊക്കെ പറഞ്ഞാല് ശരിക്കുള്ള ദേവന്മാരാണ്. അവരന്ന് ആരാധിക്കുന്ന അതിന്റെ യഥാർത്ഥ വശം നല്ല മനുഷ്യന്മാരായിരുന്നു, പിന്നെ ആരാധ്യന്മാരായി മാറിയതാ. എന്തോ ആവട്ടെ, അന്നത്തെ മുശ്രിക്കുകളുടെ പൂജ ചെയ്യപ്പെടുന്ന വിഗ്രഹങ്ങളുടെ പേരുകളായ ലാത്തയുടെയും ഉസ്സയുടെയും മനാത്തയുടെയും പേരുകൾ ഏതാണ്ട് സാദൃശ്യപ്പെടുത്തിയാൽ ശിവനെന്നോ ബ്രഹ്മാവെന്നോ വിഷ്ണു എന്നോ പാർവതി എന്നൊക്കെ പറയുന്ന വാക്കുകളിലെ നമ്മുടെ നാട്ടിലെ അതിന് തുല്യമായ വാക്കുകളാണിത്. ആ വാക്കുകൾ ഖുർആനിലുണ്ട്. ലാത്ത ഉസ്സ മനാത്ത എന്നൊക്കെ വിശുദ്ധ ഖുർആനില് സൂറത്തുൽ നജ്മിൽ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തിനാ? അതെന്തായിരുന്നു, എങ്ങനെ വന്നു എന്നുള്ളതിനെ പറ്റി കൂടി നിങ്ങൾ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാനാ. നമുക്ക് ഇവരുടെ ഈ വിശ്വാസങ്ങളെ പറ്റി യാതൊരു വിവരവുമില്ല. സത്യം പറഞ്ഞ എന്താണ് ഇവരൊക്കെ ഓരോ പടച്ചോന്മാരെ പറ്റി വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു പുറത്തുനിന്ന് അങ്ങനെ ദൂരെ നിന്ന് നോക്കിക്കേട്ടൊരു വിവരമില്ലാതെ കാര്യമായി മനസ്സിലാക്കിയ ഒരു വിവരം നമ്മളെ കയ്യിലില്ലല്ലോ. ആ ഭാഗത്ത് ഓർമ്മയും ശ്രദ്ധയും ഉണ്ടാവുക എന്നുള്ളതാണ് ഖുർആന്റെ ആയത്തോട് കിട്ടാറില്ല. അവർ വരും വിജാദിലുൽ കഫറു, അവിശ്വാസികൾ തർക്കിക്കാൻ വരും. അവരെ കൈവശമുള്ള ബാത്തിലുകളുമായി ഈ സത്യത്തെ തകർക്കാൻ വേണ്ടി വിശ്വാസികളെ, ഖുർആന്റെ അനുയായികളെ നിങ്ങൾ ആ കാര്യത്തെപ്പറ്റി ബോധവാന്മാരായി നിൽക്കണം. അതാണ്. എന്നിട്ട് അള്ളാന്റെ വചനങ്ങൾ ഓതിക്കൊടുത്ത് നോക്കൂ. ഞങ്ങൾ ഖുർആനിൽ അങ്ങനെയെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? അള്ളാന്റെ ശിക്ഷ വരെ അതൊക്കെ എന്നെ കണ്ണുപൊട്ടിപ്പോകുന്ന പറഞ്ഞിട്ട് കാര്യമുണ്ട്. അള്ളാന്റെ ശിക്ഷകളെ പറ്റിയൊക്കെ പറഞ്ഞാൽ അവരത് പരിഹാസമാക്കി തീർക്കുകയും ചെയ്യണം. ബാക്കി വമൻ അദുലം, ആരാണ് ഏറ്റവും വലിയ അക്രമി? നിമ്മൻ, താഴെ പറയുന്നവനേക്കാൾ. ദുഃഖിറ, നിമ്മൻ എന്നാൽ ഈ താഴെ പറയുന്ന ആളെ പറ്റിയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പം ദുഃഖിറ, അവൻ ഓർമ്മിപ്പിക്കപ്പെട്ടു. ആയാത്ത് റബ്ബി, തന്റെ റബ്ബിന്റെ കൽപ്പനകളെപ്പറ്റി, നിയമങ്ങളെപ്പറ്റി ഓർമ്മിപ്പിക്കപ്പെട്ടു. ഫഅറളല്ല, അവനത് അവഗണിച്ചു കളഞ്ഞു. പടച്ച തമ്പുരാന്റെ കൽപ്പനകളെപ്പറ്റിയും നിർദ്ദേശങ്ങളെപ്പറ്റിയും ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് അത് അവഗണിച്ചു പോയവനേക്കാളും അത് സ്വീകരിക്കാതിരുന്ന മനുഷ്യനേക്കാളും അക്രമിയായ മനുഷ്യൻ ആരുണ്ട്? അങ്ങനെ ചോദിച്ചാൽ അതിന്റെ അർത്ഥം ചോദിച്ചുത്തരം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഏറ്റവും വലിയ അക്രമി അവനാണ് എന്നാ. അവലം, ആരാണ് ഏറ്റവും വലിയ അക്രമി അള്ളാന്റെ കാഴ്ചപ്പാടില്? ജീവിതത്തിൽ ബന്ധപ്പെട്ട ഏതോ ഒരു പ്രശ്നത്തിലും ഒരു വിഷയത്തിലും അള്ളാഹുവിന്റെ ആയത്ത് ഇങ്ങനെയുണ്ട് എന്ന് ആ മനുഷ്യനോട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് അതൊന്നും സാരല്ല എന്ന മട്ടിൽ അവഗണിച്ചു പോകുന്ന മനുഷ്യരില്ലേ, അവനാണ് ഏറ്റവും വലിയ അക്രമി. നസിയ, അവൻ മറക്കുകയും ചെയ്യുന്നു. മാ കദ്ദമത് യദാ, അവൻ മുമ്പ് ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ മറക്കുകയും ചെയ്തിരിക്കുന്നു. തന്റെ മുൻകാല ജീവിതത്തിന്റെ അവസ്ഥകളെപ്പറ്റിയൊക്കെ മറന്നുപോവുകയും അതൊന്നും ഒരു ഓർമ്മയില്ല മൂപ്പർക്ക്, അങ്ങനെല്ലാം മറക്കുകയും പടച്ച തമ്പുരാന്റെ എന്തെങ്കിലും കൽപ്പനയെപ്പറ്റി ചൂണ്ടിക്കാണിക്കുമ്പോ അത് അവഗണിക്കുകയും ചെയ്യുന്ന മനുഷ്യനേക്കാളും വലിയ അക്രമി ആരാള്? അവനാണ് ഏറ്റവും വലിയ അക്രമി. എന്താ പഠിക്കാനുള്ളത്? ഈ രണ്ട് സ്വഭാവം നമ്മളെടുത്ത് വരുന്നുണ്ടോ എന്ന് നോക്കാന്നല്ലാതെ ഞാനും നമ്മളും ചെയ്യണ്ടേ. വിശ്വാസത്തിന്റെ ഒരു ഭാഗത്ത്, പ്രവർത്തനത്തിന്റെ ഒരു ഭാഗത്ത് അള്ളാന്റെ ഒരു കൽപ്പന എങ്ങനെ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാല് അവിടെ നിൽക്കുവോ നമ്മള്? ആ ഭാഗത്ത് ശരി, ഇനി ഞാൻ അവിടെ അങ്ങോട്ട് കടക്കാനല്ല, അള്ളാന്റെ കൽപ്പന ഉണ്ടെങ്കിൽ എനിക്ക് അതാണ് വലുത് എന്ന് പറഞ്ഞ് കാത്തുക്കുവോ? അതോ അത് അവഗണിച്ച് അപ്പുറം കടക്കാൻ നോക്കുവോ? അവഗണിക്കാനാണ് മനസ്ഥിതി എങ്കിൽ, മനസ്സിന്റെ പ്രേരണയെങ്കിൽ ഇത്തവണ അങ്ങ് അതിക്രമിക്കട്ടെ, ഇപ്രാവശ്യം അങ്ങനെ പോട്ടെ, അടുത്ത പ്രാവശ്യം നോക്കാം എന്ന മട്ടിൽ മാറ്റിവെക്കാനാ തീരുമാനമുണ്ടെങ്കിൽ അള്ളാന്റെ കണ്ണിൽ ആ മനുഷ്യൻ ഏറ്റവും വലിയ അക്രമിയാണെന്ന. ഇത് ഖുർആനിൽ പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഒരുപാട് ആരാധനാകർമ്മങ്ങളും മുസ്ലിങ്ങളും ഒക്കെയാണെന്ന് പറഞ്ഞ് അഭിമാനിച്ച് നടന്നിട്ട് അള്ളാന്റെ പക്കൽ ചെല്ലുമ്പോ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായപ്പോ എന്നോട് എന്റെ കൽപ്പന എങ്ങനെ ഉണ്ട് എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞെന്നല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ശ്രദ്ധപ്പെടുത്തിയല്ലോ. അതൊരു പക്ഷെ കൂട്ടുകാരാവാം, ഒരുപക്ഷെ സ്വന്തം ഭാര്യയാവാം, ചിലപ്പോൾ സ്വന്തം മകനാവാ പറയുന്നത്, വാപ്പ എന്താ അങ്ങനെ ചെയ്യുന്നത്, പടച്ചോന്റെ അങ്ങനെ ഒരു കൽപ്പന ഉണ്ട് എന്ന് പറയുന്ന മകനാവാം, ചിലപ്പോ ഒരു വിരോധി ശത്രു പറഞ്ഞു നിൽക്കാം,
നിങ്ങൾ ഇങ്ങനെ ആയാൽ എങ്ങനെയെന്നൊരു ശത്രു പറഞ്ഞു നിൽക്കാം. ആരെങ്കിലും ആവട്ടെ, അള്ളാന്റെ ഒരു കൽപ്പന നമ്മുടെ ശ്രദ്ധയിൽ നിന്ന് വിട്ടുപോയ ഒരു കൽപ്പനയെപ്പറ്റി, ഒരു തീരുമാനത്തെപ്പറ്റി ചൂണ്ടിക്കാണിച്ചു തരുമ്പോ ഓ എന്ന് പറഞ്ഞ് അവിടെ നിൽക്കാതെ സ്വീകരിക്കാൻ തയ്യാറാവാതെ അവഗണിച്ചാൽ അള്ളാന്റെ കണ്ണിൽ ആ മനുഷ്യൻ അക്രമിയാണ്. ആ ഒരു അക്രമത്തിന്റെ സ്വഭാവമാണ് എന്റെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബാക്കിയുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര തവണ യാറബ് യാറബ് എന്ന് പറഞ്ഞ് കൈനീട്ടിട്ട് എന്താ പടച്ചോ നമ്മളെ ദുആ സ്വീകരിക്കുമോ? നമ്മുടെ എതിരാളികളായ ആളുകൾക്ക് ശക്തി കൊടുത്തിട്ട് അള്ളാഹു നമ്മളെ നശിപ്പിക്കുന്ന സമയത്ത് പടച്ചോൻ എന്തേ ഞങ്ങളോട് എങ്ങനെ ചെയ്തതെന്ന് പടച്ചോനോട് പരിഭവം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പേടിപ്പിക്കുന്ന ആയത്തല്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കി. മറ്റേ ഹദീസാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകള് അവരെ ഭക്ഷണം രാവിലെ കഴിക്കുന്നതും ഹറാമാണ്, ഉച്ചക്ക് കഴിക്കുന്നതും ഹറാമാണ്, വസ്ത്രവും ഹറാമാണ്, ആകെ ഹറാമിൽ മുഴുകിയ മനുഷ്യന്മാര്. എന്നിട്ട് അവൻ പറയും യാറബ് യാറബ്, പടച്ചോനെ പടച്ചോനെ ഇങ്ങനെ ദ്വാരന്ന് കിടക്കും. അന്നായുസ്തജാബുലഹു, എവിടുന്നാ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുക? ജീവിതത്തിൽ ഹക്കും ബാത്തിലും നോക്കാതെ ജീവിതത്തിൽ സുഖ അനുഭവങ്ങളിൽ പിന്നെ ഹറാമിന്റെ മാർഗത്തിലൂടെ സമ്പാദിക്കുകയും തിന്നുകയും കുടിക്കുകയും അത് ജീവിതം അങ്ങനെ പെരണ്ട് കിടക്കുന്ന മനുഷ്യൻ പടച്ചോനെ പടച്ചോനെ എന്നും പറഞ്ഞ് ദ്വാരന്നിട്ട് എവിടുന്ന് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനാന്നാ രവിന്റെ ചോദ്യം. അപ്പോ പമൻ അബുലം ആ ആയത്ത് വേണമെങ്കിൽ ഒന്ന് ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഓതി നോക്കി, ഒരാളും കൂടല്ലാതെ ഒരാളും ഇല്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്നിട്ട് വെറുതെ ഇങ്ങനെ ഓതി. വമൻ അബുലം മിമ്മൻ ദുഃഖിറബി ആയാതി റബ്ബിഹി ഫഅറളന. അള്ളാഹുവിന്റെ വചനം തന്റെ നാഥന്റെ കൽപ്പനകളെപ്പറ്റി ദൃഷ്ടാന്തങ്ങളെപ്പറ്റി പിന്നെ ഓർമ്മിപ്പിക്കപ്പെട്ടിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ട് അത് അവഗണിച്ച മനുഷ്യനേക്കാളും വലിയ അക്രമി ആരുണ്ട്? വനസിയമാ കദ്ദമത്തി യഥാ, കദ്ദമ യഥാ എന്ന് പറഞ്ഞാൽ കൈകൾ മുമ്പ് ചെയ്തു എന്നാ ഉദ്ദേശിക്കുന്നത്, പ്രവർത്തിച്ചു എന്നാ. മുമ്പ് ചെയ്തതൊക്കെ മറക്കുകയും ചെയ്തു ആ മനുഷ്യന്. ആ വിശേഷണം നമുക്കൊക്കെ യോജിക്കില്ലേ? നമ്മളൊക്കെ ചെയ്തു കൂട്ടിയ തെറ്റുകളിൽ, ഞാൻ ഒഴിവായിട്ടല്ല പറഞ്ഞു, നമ്മളൊക്കെ ചെയ്തു കൂട്ടിയ ജീവിതത്തിലെ തെറ്റുകളിൽ എത്ര ശതമാനം തെറ്റുകളെ പറ്റി നമുക്കൊക്കെ ഓർമ്മയുണ്ട്? വെറുതെ ആലോചിച്ചോക്കെ. ഒക്കെ പോയില്ലേ, മറന്നില്ലേ? അവയെപ്പറ്റൊരു ബേജാറും കൂടി നമ്മളാരുടെ മനസ്സിലില്ലല്ലോ. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്നുണ്ട് അല്ലെ ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ട് എന്നതിന്റെ പേര് സമാധാനത്തിലാണല്ലോ. മനസ്സിയമാ കദ്ദമത്തിയതാ, തന്റെ മുൻകാല പ്രവർത്തനങ്ങളെപ്പറ്റി മുഴുവൻ മറക്കുകയും പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവഗണിക്കുകയും ചെയ്യുന്നതിനേക്കാളും വലിയ അക്രമി ആരുണ്ട്? അതുകൊണ്ട് അല്ലാതെ പേടിപ്പിക്കാൻ പറഞ്ഞാൽ ശരിക്കും തോന്നുന്ന വർത്താനം ക്ലാസ് അവിടെ നിർത്താൻ തോന്നുന്ന ആയത്താണ് ഈ മതി എന്ന മട്ടില്. അങ്ങനെയാണല്ലോ. അവൻ ആറവൻഹ, സ്വന്തം ജീവിതത്തിന്റെ ബാക്കി ഭാഗങ്ങളെ പറ്റിയൊക്കെ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യാനും അള്ളാഹിന്റെ ദിവസങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ അവിടെ നിൽക്കാനും സന്നദ്ധരാവണം എന്നുള്ള പറഞ്ഞതിന്റെ അർത്ഥം നമ്മളൊക്കെ പാപികളായിപ്പോയി മഹാപരാധികളായിപ്പോയി എന്നർത്ഥമല്ല ഞാൻ പറയുന്നത്. ജീവിതത്തിൽ ഇത് പാലിച്ചുകൊണ്ട് പോകാൻ നമുക്ക് എത്രത്തോളം സാധിക്കുന്നുണ്ടെന്ന് പരിശോധിക്കാനാ. അപ്പോഴേ നമ്മളിലുണ്ടാകുന്ന ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത്. ഇത്തവണ അള്ളാന്റെ കൽപ്പനയൊക്കെ അങ്ങനെ ഉണ്ടെങ്കിലും ഇത്തവണ അതങ്ങനെ ഇരിക്കട്ടെ, അടുത്ത പ്രാവശ്യമാവാം, അടുത്ത പ്രാവശ്യത്തേക്ക് നോക്കാം എന്നാണല്ലോ പല കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കാറ്. ഇപ്പം സ്വന്തം സ്വകാര്യ കാര്യങ്ങൾ പറയാം. ഭാര്യയോട് വേണ്ടാത്തരം വിളിച്ചു പറയാൻ വേണ്ടി നാവ് ചൊറിയുമ്പോ പറയരുതെന്നൊക്കെ പലപ്പോഴായി കേട്ടിട്ടും പഠിച്ചിട്ട് പറയരുതെന്നാ തോന്നുന്നത്. ഏതായാലും ഒരു തവണയും കൂടി ആവട്ടെ, ഇപ്രാവശ്യം കൂടി ആവട്ടെ, ഇനി അടുത്ത തവണ മുതൽക്ക് സൂക്ഷിക്കാം, അതാണുള്ള തീരുമാനം. സാമ്പത്തികമായ ഇടപാടുകളുടെ കാര്യത്തിൽ വളരെ കണിശത പറഞ്ഞല്ലോ. ഹലാലല്ലാത്ത, ഹലാലായി വിശുദ്ധ ഖുർആനും സുന്നത്തും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു മാർഗത്തിലൂടെ ഒരു പൈസ പോലും നമ്മുടെ കൈവശം വരാൻ പാടില്ല. ഒരു പൈസ പോലും, ഒറ്റ പൈസ എന്ന് പറഞ്ഞപ്പോ അതിനപ്പുറം പറയാറ്. അങ്ങനെ അല്ലാത്ത മാർഗത്തിലൂടെയൊക്കെ വല്ല കാശും കയ്യിൽ വന്നാൽ തന്നെ ചിന്തിക്കുന്ന ചിന്ത എന്താണെന്നറിയോ? ഇത്തവണ അങ്ങ് പോവട്ടെ എന്ന്, ഇക്കുറി അങ്ങ് പോവട്ടെ, അല്ലെങ്കിൽ ഈ തവണ ഈ സന്ദർഭത്തിൽ അങ്ങ് പോവട്ടെ എന്ന്. എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പലപ്പോഴും ഉണ്ടാകുന്ന അവസ്ഥയാണ്. ചെറിയ ഉദാഹരണം പറയാം. ഈ വീണ് കിട്ടുന്ന പൈസ ഒക്കെ അല്ല, വഴിക്കുന്നൊക്കെ വീണ് കിട്ടുന്ന കാശ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ. ഹദീസിലൊക്കെ ഉള്ള പേടിപ്പിക്കുന്ന മാതിരിയാ. കാണാതായ ഒട്ടകത്തിനെ പറ്റിയൊക്കെ ഹദീസ് സാഹിബികൾ നബിനോട് ചോദിച്ചപ്പോ നബി വെച്ച് നീ എന്തിനാ അതിനെ പറ്റി ബേജാറാണ്, എവിടെയെങ്കിലും പോയി വളരെ ചെയ്തോളൂ, നീ എന്തിനാ ബേജാറാണ്, വിട്ടേക്കത് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാനാ പറഞ്ഞത്. വല്ല സൂക്ഷ്മതയ കാര്യത്തിൽ ഉണ്ടാവാറുണ്ടോ? ഇനി നമ്മളെയൊക്കെ ആളുകള് എന്താ എനിക്കതെങ്ങനെ ഞാൻ തുറന്നു പറയാം. സർക്കാരിന്റെയും നിയമത്തിന്റെയും നിയമങ്ങളല്ല ഞാൻ പറയുന്നത്.
നാട്ടിലും ദീനിലും പൊതുവെയും ശീലിച്ചു വെച്ച കുറെ നിയമങ്ങളും ചിട്ടകളും ഉണ്ട്, സാമ്പത്തികമായ ക്രമങ്ങൾക്കും മറ്റിതിനൊക്കെ. അതൊക്കെ മറികടന്നുകൊണ്ട് പണം ലാഭിച്ചു കൂട്ടുന്ന എന്തെല്ലാം വഴികളുണ്ടെന്നറിയാമോ നിങ്ങൾക്ക്? എന്തെല്ലാം വഴികൾ, ഏതെല്ലാം മാർഗങ്ങൾ? ആ കിട്ടുന്ന കാശ് ഏതാനും ഡിഫറൻസുകൾ ചുരുങ്ങിയ കാശുകളായിരിക്കും. എന്തർത്ഥത്തിലാണ് നമ്മൾ ഇത്ര സമാധാനത്തോടുകൂടി ആ കാശൊക്കെ അവനാണ് സ്വന്തമാക്കി തീർക്കുന്നത്? ഇവിടൊന്നും അള്ളാന്റെ കൽപ്പനൊന്നും ഇല്ലേ? യാതൊന്നും അള്ളാന്റെ വിധിയൊന്നും ഈ ഭാഗത്ത് എവിടെയും വരുന്നില്ലേ? പകിടി വാങ്ങൽ ഇവിടെ അടക്കണ്ടെന്ന് അപ്പൊ കേൾക്കുന്നു. പകിടി അത് എനിക്ക് മനസ്സിലാവല്ലോ. ഒന്നുമില്ല, ഞങ്ങളെ പീടികയിൽ ഞാനൊരു മുറി എടുക്കുക ആദ്യകാലത്ത്. ഇത് നിങ്ങൾക്ക് ആ മുറി വേണം, ഞാൻ ഒഴിഞ്ഞു തരാം, എന്റേതെല്ലാം മുറി, ആ വീടിക മുറി എന്റേതല്ല, ഉടമക്കാരൻ വേറെയാണ്. അയാൾക്ക് നിങ്ങൾ വാടക അഡ്വാൻസ് ഒക്കെ വേറെ കൊടുക്കണം, അത് വേറെ. പക്ഷെ ഇപ്പൊ ഞാനാണത് കൈവശം വെക്കണം എന്നുള്ളത്, ഞാനത് ഒഴിഞ്ഞു തരാൻ എനിക്ക് നിങ്ങൾ എന്തെങ്കിലും തരണം. ഒരു മുടക്കവും എനിക്കില്ല, ഞാൻ നേരത്തെ ആ കട വാങ്ങിച്ചിരുന്നത് മാത്രമാണ്. ആ കാശും വാങ്ങി കീശയിലിട്ടിട്ട് വളരെ ശാന്തനായിട്ട് ഇങ്ങനെ നടക്കണ്ടല്ലോ ദിക്റും തസ്ബീഹും ചൊല്ലിട്ട് മനുഷ്യന്മാര്. എന്താ ഇയാൾക്കുള്ള വകയിൽ? ഇയാൾക്ക് എന്താ അർഹതയിലുണ്ട്? അവനാന് വേണോ പീടിക നടത്തുക, അവനാ മുമ്പ് കൊടുത്ത അഡ്വാൻസ് പോകാൻ നേരത്ത് തിരിച്ചു വാങ്ങാനുള്ളത് തിരിച്ചു വാങ്ങി അയാളുടെ പാട്ടിൽ പോവുക. അയാൾ വേറെ ആർക്കെങ്കിലും കൊടുക്കട്ടെ കൊടുക്കാതിരിക്കട്ടെ നമ്മളതിനെപ്പറ്റി അറിയേണ്ടതില്ല. പക്ഷെ ഞാൻ പറയുന്നത് സൂചന എന്താ അറിയോ? ഇതൊക്കെ ചെയ്യുന്ന മനുഷ്യർക്ക് താൻ ചെയ്യുന്ന ഒരു അബദ്ധമായി പോയെന്നോ ഒരു കുറ്റായി പോയെന്നോ ഒരു ബോധം പോലുമില്ല. വളരെ ശാന്തര, എന്തോ ഒരു നല്ല കാര്യം ചെയ്ത മാതിരിയാ. ഞാൻ ആ പീടിയ തീർന്നു, പീടിയ വേറൊരാൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ഒഴിഞ്ഞെടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു 25,000 റിയാല് തരാന്ന് പറഞ്ഞാൽ 25,000 റിയാല് തന്ന് ആ 25,000 റിയാൽ ഇട്ടെടുപ്പ് ഞാൻ നടക്കണം. ഞാൻ വേറെ ബിസിനസ് തുടങ്ങി. വളരെ ശാന്തനായിട്ടാണ് അവിടെ പ്രതികരിക്കുന്നത്. അപ്പോ ഈ 25,000 റിയാലുണ്ട്, അയാൾ ഉടമക്കാരൻ വേറെ, അത് ഉടമക്കാരൻ വേറെ അഡ്വാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടൊക്കെ അയാൾ സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാനവിടെ നിന്ന് മാറിക്കൊടുക്കണ്ടേ? അതിനുള്ളതാണ്. അവളുടെ നാട്ടിലെ ചുമട്ട് തൊഴിലാളി ഉണ്ടല്ലോ ബസ് സ്റ്റാൻഡിലൊക്കെ ഉള്ളത്, അവിടെ ഈ കാർഡ് കിട്ടുന്നതിനെപ്പറ്റി സംസാരിച്ച് കിട്ടുന്നുണ്ട്. ഒരുത്തം മരിച്ചാൽ അല്ലെങ്കിൽ ഒരുത്തം ആപതില്ലാതെ റിട്ടയർ ചെയ്യല്ലോ, വയസ്സുകൊണ്ടല്ല തടിയാവതില്ലാതായപ്പോ റിട്ടയർമെന്റ് ഉണ്ടോ, ആ കാർഡ് അങ്ങ് മാറിക്കൊടുക്കുന്നതിന് കാശുണ്ട്. വെറുതെ ബസ് സ്റ്റാൻഡിൽ സാധനം എടുക്കാതെ നിൽക്കൂല. ഏത് യൂണിയന്റേതായിരുന്നാലും ശരി, ആ യൂണിയന്റെ ആൾക്കാർക്ക് ഇത്ര ആളുകൾ അലോട്ട്മെന്റ് ഉണ്ട്. അതിൽ ഒരുത്തരുടെ സ്ഥാനത്ത് മറ്റൊരുത്തം വരാൻ ആ മാറിക്കൊടുക്കണ മനുഷ്യൻക്കൊരു പൈസ ഉണ്ട്. എന്താ ഇയാൾക്കത് വാങ്ങാൻ ഒന്നുമില്ല. ഇയാൾക്ക് അവിടെ ഒരു കാർഡ് ഉണ്ടായിരുന്നു, ഒരു അവിടുത്തെ കമ്മാലിയാണ് പോർട്ടറാണെന്ന് പറഞ്ഞ ചിട്ടിന്റെ. അത് അയാൾ അങ്ങ് ഒഴിവാക്കി പോയാൽ വേറെ ആർക്കെങ്കിലും കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ അത് അയാൾ വേറൊരാൾക്ക് വിറ്റിട്ടാണ്. വെറുതെ ഞാൻ ഉദാഹരണം പറഞ്ഞതല്ല. എനിക്ക് തോന്നുന്നു സാമ്പത്തികമായ രംഗത്ത് ഇസ്രായേൽ സന്ധികൾ ജൂതന്മാരിലൊക്കെ സംഭവിച്ച അതുപോലത്തെ എങ്ങനെയെങ്കിലും എന്നുള്ളൊരു പാഠം വല്ലാതെ നമ്മളൊക്കെ സ്വാധീനിച്ചിരിക്കുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ആവും തോന്നുന്നുണ്ട് പലപ്പോഴും വിചാരിച്ച മാതിരി വർക്കത്ത് സമൂഹത്തിന് നേരെ വന്നു കിട്ടാത്തതെന്ന് തോന്നുന്നത്. എന്തിനാ പറയാറിയോ? ദുഃഖിറബി ആയാത്ത് റബി, റബ്ബിന്റെ കൽപ്പന അവിടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ പാറലല്ല, അത് അവഗണിക്കുന്ന സാഹചര്യം ഉണ്ടാവരുതെന്ന് പറയാനാ. എന്നിട്ട് രസ്യമാ കദ്ദമത്തിയത, മുൻപ് ചെയ്തു വെച്ചതൊക്കെ മറക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം സംഭവിക്കരുത്. ബാക്കി ഇന്നാ ജാലന എന്താണ് അങ്ങനെ ഇവിടത്തെ ഈ ആയത്തിറങ്ങുന്ന സമയത്തൊക്കെ ഇപ്പോ അള്ളാഹുവിന്റെ ആയത്തുകൾ ഇങ്ങനെ കേട്ടിട്ട് അത് സ്വീകരിക്കാറുണ്ട് കുറെ ആൾക്കാരുണ്ട്. ആ ആളുകളെ പറ്റി ഖുർആൻ പറയാനുണ്ടോ? ഇന്നാ ജാലന, നാം ആക്കിയിരിക്കുന്നു അലാ ഖുലൂബിഹിം, അവരുടെ മനസ്സുകളിൽ അകിന്നത്തൻ, മൂടികൾ ഉണ്ടാക്കിയിരിക്കുന്നു, അടപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നു. മനസ്സുകളിൽ മൂടി. യഫ്ഖഹുഹു, ഇത് മനസ്സിലാക്കുന്നതിന് തടയുന്ന മൂടികൾ. വഫി ആകാനും, അവരുടെ കാതുകളിൽ ചെവികളിൽ വഖറൻ, ഭാരവുമുണ്ട്, കട്ടിയുമുണ്ട്, കനവുമുണ്ട്. വൈൻ തദൂഹും, നീ അവരെ വിളിച്ചാൽ ഇതിൽ ഹുദ, സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ ഫലൻ യഹ്തദു, സ്വീകരിക്കേയില്ല, സന്മാർഗം സ്വീകരിക്കേയില്ല. ഇതൻ, അതിനാൽ അബദൻ, അവർ ഒരിക്കലും ഈ സന്മാർഗം സ്വീകരിക്കില്ല. അവരുടെ മനസ്സുകളിൽ ഹൃദയങ്ങളിൽ മൂടിയുണ്ട്, അവരുടെ കാതുകളിൽ കനം വെക്കപ്പെട്ടു പോയിരിക്കുന്നു. എത്രമാത്രം ഹിദായത്തിലേക്ക് വിളിച്ചാലും അവർ വരുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഇത് നിങ്ങൾ പലപ്പോഴും കേട്ട ഭാഷയല്ല ഖുർആന്റെ. ഖുർആൻ ചില ആൾക്കാരെ പറ്റി അങ്ങനെ ഒരു സാക്ഷ്യപത്രം, ഒരു അഭിപ്രായ പ്രകടനം നടത്തി അവസാനിപ്പിക്കാൻ ചില മനുഷ്യന്മാർ അങ്ങനെയാണ്. കണ്ടാത്തോൽ അവസ്ഥ കണ്ടാത്തോന്നും അവരെ മനസ്സൊക്കെ മൂടി അടപ്പിട്ട മാതിരിയാണ് കണ്ടാത്തോന്നുക. ചെവിട്ടിലൊക്കെ എന്തോ കനം വെച്ചിട്ട് മൂടി വെച്ച മാതിരിയാ തോന്നുന്നു. എത്ര പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും മാറാൻ കൂട്ടാക്കാത്ത മനുഷ്യന്മാര്, അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാവും. എന്തിനാ പഠിച്ചോന്നത് പറഞ്ഞു തരുന്നത് നമുക്ക്? രണ്ട് കാര്യത്തിനാ. ഒന്ന്, നമ്മളതിൽ പെട്ടോന്ന് നോക്കാൻ. അത് തന്നെ, നമ്മളതിൽ പെട്ടോന്ന് നോക്കാൻ. ശീലിച്ച ശീലങ്ങളില്ല നമ്മുടെയൊക്കെ പല ശീലങ്ങൾ, ചീത്ത ശീലങ്ങളും ഉണ്ടല്ലോ അതിലൊക്കെ.
ആ ശീലങ്ങളെ പറ്റിയൊക്കെ ആരെല്ലാം നമ്മളോട് പറഞ്ഞു, ഇനി നമ്മൾ മാറില്ലല്ലോ. എന്നാലേ എവിടോ ഒരു മൂടിയോ കനോ കുടുങ്ങിയ മാതിരി തോന്നില്ല ഞങ്ങൾക്ക്? നാം ശീലിച്ചു വന്ന ശീലങ്ങളിൽ ദുശ്ശീലങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ശീലങ്ങളെ പറ്റി പറയണ്ടല്ലോ. ദുശ്ശീലങ്ങളിൽ ഗുണദോഷിക്കാനോ ചൂണ്ടിക്കാണിക്കാനോ പറയാനോ പറ്റുന്ന എമ്പാടും പേർ പറഞ്ഞിട്ടും അത് മാറ്റാനുള്ള ഒരു സന്മനസ് നമുക്കിന്ന് തോന്നി വരുന്നില്ലെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനെന്താ വിശദീകരണം? മനസ്സിന് മൂടി തട്ടി ശരിക്ക് കനം വന്നതല്ല, എന്താ വേറെന്താ? നല്ല ഉദാഹരണങ്ങൾ നമ്മളെ നാട്ടിൽ പോയാൽ കിട്ടുന്ന ഉദാഹരണം ഉണ്ടല്ലോ. ഇപ്പൊ അള്ളാഹുവിനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കുകയും തേടുകയും ചെയ്യുന്ന മനുഷ്യന്മാരോട്, ചില ആൾക്കാരോട് നിങ്ങൾ എത്രയെല്ലാം ആയത്തുകളും ഹദീസുകളും കിതാബുകളും അറബിയിലും മലയാളത്തിലും ഒക്കെയുള്ളവ പറഞ്ഞ് ചൊല്ലിക്കൊടുത്തു നോക്കൂ. ഒക്കെ കേട്ടതിന്റെ ശേഷം അയാൾ പറയും, നാളെ രാവിലേക്ക് ഞാൻ വണ്ടി ഏൽപ്പിച്ചിട്ട് ഒരു ജാറത്ത് പോകാൻ. എല്ലാം കേട്ടിട്ട് മറുപടികളും ഉത്തരവൊന്നും ഇല്ലാതെ അയാളെല്ലാം സമ്മതിച്ചമായി നിന്നിട്ടും അവസാനം അയാളുടെ പ്രതികരണമായിരിക്കും, ഇതെന്താ ഇത്, ഒരു വിശദീകരണം പറയാൻ എത്ര തന്നെ. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ വെറുതെ ആലോചിച്ച് നോക്കേ. നമുക്ക് ആർക്കും ഇല്ലാത്തൊരു ഭാഗ്യം യഥാർത്ഥത്തിൽ അബൂജഹലിനും ഉത്തബത്തിനും ഷെയ്ഖൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമുക്കില്ലാത്തൊരു ഭാഗ്യം എന്ന് പറയാൻ കാരണം എന്താ അറിയോ? നമുക്കാർക്കും ഒരു നബിന്റെ കാലത്ത് ജീവിക്കാനുള്ള യോഗം ഉണ്ടായില്ല. ഒരു നബി ജീവിച്ചിരിക്കുന്ന കാലത്ത് ജീവിക്കാൻ. എന്നിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലൂടെ ഖുർആന്റെ വാക്കുകളോ വഹികളോ അങ്ങനെ കേൾക്കുക. ചൂടോടെ ആകാശത്ത് നിന്ന് വരിക, അത് ചൂടോടെ അങ്ങ് കേൾക്കുക. ചൂടോടെ എന്ന് പറഞ്ഞാൽ താമസിയാതെ ഇങ്ങ് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക. ഇതൊരു വലിയ ഭാഗ്യമാണല്ലോ. കാരണം ഈ ഭാഗ്യം അബൂലഹബിനും അബൂജഹലിനും ഉത്തുബക്കും ഷെയ്ബക്കും അന്നത്തെ മുശ്രിക്കുന്ന നേതാക്കന്മാർക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. നമ്മളൊക്കെ ചിലപ്പോൾ തമാശക്കെങ്കിലും ആലോചിക്കട്ടെ, ആ കാലത്തുണ്ടെങ്കിൽ നമുക്ക് നബിന്റെ കൂടെ കൂടിയിട്ട് അങ്ങനെയാക്കാന്നൊക്കെ ഭാവന കാണാറില്ല, നടക്കാത്ത കാര്യമാണെങ്കിലും. പക്ഷെ ആലോചിച്ച് ഇവരൊക്കെ ആ കാലത്തുണ്ടായിരുന്നല്ലോ. എന്നിട്ട് എന്റെ അവർക്കാർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയാതിരുന്നു. സൂറത്തുൽ നജ്ം ഓതിയ സന്ദർഭത്തെപ്പറ്റി അറിയാതെ നിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട് ഞാനെപ്പോഴും. കാരണം സൂറത്തുൽ നജ്ം ഓതിയിട്ടതിൽ സുജൂദിന്റെ പിന്നെ സുജൂദുണ്ട്, തിലാവത്തിന്റെ സുജൂദ്. ആ ഓതി ഇങ്ങനെ വന്നിട്ട് ശരിക്കാണ് സുജൂദ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ അവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഓലിങ്ങനെ ഖുർആനും കേട്ട് ഇങ്ങനെ ഇരുന്ന് മുഴുകി ഇങ്ങനെ ഇരിക്കരുത്. അങ്ങനെ ഇരുന്ന് അങ്ങനെ പോയപ്പോ അവസാനം നബി സുജൂദ് ചെയ്ത് സാഹിബിയുടെ സുജൂദ് അറിയാതെ എല്ലാ മുശ്രിക്കുകളും സുജൂദ് പോയി. എല്ലാവരും പോയിട്ട് ഒരുത്തം ബാക്കി വലിയത്. അവൻ പറഞ്ഞ അറിയോ, ഞാൻ എങ്ങനെ എന്റെ തല ഒരിക്കൽ ശരിയാവില്ലാറുണ്ട്, ലേശം മണ്ണ് വാരിച്ച് ഇങ്ങോട്ട് പൊട്ടി. ഇതിലെന്താ വിശദീകരണം? അഖിന്നത്തൻ, കാതുകളിൽ അടപ്പ്, പിന്നെ കനം, ചെവി, പിന്നെ മനസ്സിലടപ്പ്, വേറെന്താ? അത് തന്നെ മനസ്സിലാക്കുന്നതിന് തടസ്സമായിട്ട് ഇതാണ് അവർക്കുണ്ടാകുന്നത്. വൈൻ തദൂഹുമ്പിൽ ഹുദ, അതുകൊണ്ട് അവരെ നീ എത്ര സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാലും ഫലം എഴുത്തതു ഇതെന്നെ അവത, ഒരിക്കലും അവർ സന്മാർഗത്തിലേക്ക് വരികയില്ല. ഇപ്പൊ വർത്തമാനകാലവുമായി ബന്ധപ്പെട്ട് പറയട്ടെ, വ്യാജ ശൈഖുമാരെ സൂക്ഷിക്കണം എന്നുള്ള നിരന്തരമായ ആഹ്വാനം കേരളത്തിൽ മുഴങ്ങാണല്ലോ. വല്ല ഫലവും അതിനുണ്ടാവും തോന്നുന്നു നിങ്ങൾക്ക്? വല്ല പ്രയോജന വാക്കിനുണ്ടാവും? ഉണ്ടാവാൻ പോകില്ല. കാരണം എന്താ? അത് ഒരു ബാത്തിനുള്ളിൽ കിടന്നൊരു കളിയാണ്. ഹക്കും ബാത്തിനും പറഞ്ഞ സത്യമുണ്ട്. ഇതിപ്പോ എന്താ അറിയോ, അങ്ങനത്തെ ഒരു ശൈഖ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ലാതെ നടക്കുന്ന സമയത്താണ് ഇപ്പോ വ്യാജ ശൈഖുമാരെ മാത്രം നോക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ എന്റെ രസാലോചിച്ചേക്ക്, ഈ സാധാരണക്കാരനായ മനുഷ്യൻ എങ്ങനെ വ്യാജനി അസുരം മനസ്സിലാക്കുക? ഐഡന്റിറ്റി കാർഡ് ഇട്ടുണ്ടോ തിരിച്ചറിയാൻ? ഇങ്ങനെ ശീലൊക്കെ അടിച്ചിട്ട് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ഇയാൾ അസലി ശൈഖാണ് മറ്റേതാന്ന് പറയാം. വെറുതെ ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നു. ഒരു പ്രയോജനം പറഞ്ഞാൽ ആളുകൾ യാതൊരു സ്വാധീനം വരുത്തില്ല, വെറുതെ കരയാന്നില്ലാതെ. ഒന്നായിട്ട് ആ ശേഖന്മാരടുത്തേക്ക് പോക്കെ നിർത്തി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും, ശരി സകലത്തിന് നമ്മൾ ഒഴിവാക്കിക്കാതെ അങ്ങനെ ശരിയായിട്ടുണ്ടോ. ഒന്നുമോ തുടങ്ങിയാ പിന്നെ അതിൽ അസലും വ്യാജനവും ഇല്ല, എല്ലായിടത്തേക്കും പോകാണ്ടായ. എന്റെ ഇവര് പറഞ്ഞിട്ടൊന്നും ആൾക്കാർ സ്വീകരിക്കാത്തത്? ആദ്യം പറഞ്ഞു പഠിപ്പിച്ച ആ സ്വഭാവത്തിൽ വന്നപ്പോ മനസ്സുകളിൽ മൂടി, കാതുകളിൽ കനം, താങ്ങണില്ല അവർക്ക്. നമ്മുടെ നാട്ടിലൊക്കെ ചില നേർച്ചകളിൽ ഒരു കൊല്ലം ഇത് നടത്തി നോക്കിയല്ലോ. ഏത് മറ്റേ ഏർപ്പാടുകളൊന്നും ഇല്ലാത്ത പെട്ടി വരവ്. പെട്ടിയുണ്ട്, വരവുണ്ട്, ബാൻഡും മറ്റേ ഏർപ്പാടൊന്നും ഇല്ലാതെ ഇക്കറും ചെല്ലിച്ചു അതാണ്ട് വൈക്കോളിന്ന് പറഞ്ഞവരോട്. അതന്നെ രസകരമായ അനുഭവം ഞങ്ങൾ ആ ഭാഗത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു പെട്ടിവരവിന് വല്ലാതെ ആഹ്വാനം ചെയ്ത് അയാളൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെടുത്തുണ്ടായ പ്രതികരണം എന്താ അറിയോ? ആ പെട്ടിവരവ് ഇക്കറും കരാത്തും ചെല്ലിയുള്ള പെട്ടിവരവിന് നിങ്ങൾ വൈക്കോളി, ഞങ്ങളില്ല 4 പറഞ്ഞിട്ട് ഓല് കുറേരം കാത്ത് രാത്രി 2 ആവുള്ളൊക്കെ ഓല് ഇങ്ങനെ ഒരു പൊറുതിയുടെ ഒതുക്ക് പോകാനില്ല. ഒരു രസമല്ല, ഹരല്ല. അവസാനം ഓല അപ്പൊ ഒരു പെട്ടിവരവാണ് ഉണ്ടാക്കി, ആ പഴയ പോലത്തെ
ആട് പോയതിന്റെ ശേഷം അവർക്ക് സമാധാനമായത് ഒരാട് പോയി അവരുണ്ട് ഒരാട് അടുത്തുണ്ടായ സംഭവമാണ് രസം. ആൾക്കാരുടെ രസം പറയാം പോകാൻ നിന്നിട്ടൊരു പൊറുക്കിയത് ആ ദിക്കറും ചെല്ലാത്ത ജില്ലയുടെ കൂടെ പോയിട്ട് കൊടുക്കൊരു ഇമ്പൂല രസമില്ല പോയവര് വളരെ തിരിച്ചെന്ന് പഠിക്കുന്നത് ആദ്യം നിങ്ങളൊക്കെ പോയാൽ മതിയാണ്. ഇവർ കുറെ നേരം രാത്രി വരെ കാത്തു പോകാതിരിക്കാനും കിടന്നുറങ്ങാനും വീട്ടിൽ പോയി പക്ഷെ ഇവർക്കിട്ട് പൊറുത്തിരുത്താനില്ല. അവസാനം ഒരു പറഞ്ഞത് ഇത് ശരിയാവില്ല നമ്മളാണ് പോകാറുണ്ട് ഒരാണ്ട് പോയി അത് തന്നെ അതിന്റെ അവസാനം. എന്താ ഇപ്പൊ ഈ അനുഭവങ്ങൾക്കുള്ള വിശദീകരണം എന്താ? അവരുടെ ഹൃദയങ്ങളിൽ മൂടി വിട്ടുപോയി. ഇനി ഖുർആന്റെ ആയത്തുകളുടെ ആ തത്വങ്ങളിൽ നിന്ന് മനുഷ്യന്റെ ആശയം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതിങ്ങോട്ട് അവഗണിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് അതാണ്. ഖുർആന്റെ ഒരു നിർദ്ദേശം അവഗണിച്ച് രണ്ടാമത്തെ നിർദ്ദേശം അവഗണിച്ച് മൂന്നാമത്തെ അവഗണിച്ച് അങ്ങനെ പോകുമ്പോ നമ്മളറിയാതെ നമ്മളെ മനസ്സിലൊരു തരം മൂടി വന്നുവിടും. നമ്മുടെ കാലിൽ ഒരു കനം പോലെ പിന്നെ ഒന്നും വേശാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തും. അതുകൊണ്ട് ആ ഒരു അവസ്ഥ തുടക്കത്തിലേ ഉണ്ടാവരുത്, ഉറപ്പാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട്, ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്യുമ്പോ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. പിന്നെയും പാപങ്ങൾ അധികരിക്കുമ്പോ ആ പുള്ളി വലുതായി വരുന്നു. പക്ഷെ അവൻ പശ്ചാത്തപിച്ചാൽ ആ പുള്ളി മാഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ വിശദീകരിക്കുന്ന ഒരു ഹദീസ് കാണും. അപ്പൊ ആയത്തെ അവസാനിക്കത്രേ ഉള്ളൂ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടിട്ട് അത് അവഗണിച്ച ആള് തന്റെ മുൻകാല ചെയ്തികളൊക്കെ മറന്നുപോവുകയും ചെയ്ത ആളാണ് ഏറ്റവും വലിയ അക്രമി. പിന്നെ ഇത്തരം ആളുകളുടെ അവസ്ഥ എന്താന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിൽ മൂടിയാണ്, പിന്നെ ഹൃദയത്തിന് കാതുകളിൽ കരവുമുണ്ട്. വറബുക്കൽ ഒഫോർ, അതിപ്പോ സത്യത്തിലൊരു ആശ്വാസത്തിന്റെ വചന, നിനക്കിട്ടൊരു കാര്യമില്ല വിട്ടേക്കു എന്നർത്ഥത്തിൽ ആ ജാതി ആളുകളെ. വറബുക്കൽ ഒഫോർ, നിന്റെ രക്ഷിതാവെല്ലാം പൊറുക്കുന്നവനാണ്. റഹ്മ, കാരുണ്യവാനാണ്. ലൗ യുവാഹിദും, അവൻ അവരെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ ബിമാ കസബു, ആളുകൾ പ്രവർത്തിച്ചതിന്റെ കാരണത്താൽ അപ്പപ്പോ ശിക്ഷിക്കുകയായിരുന്നെങ്കിൽ, ഓരോ ആൾക്കാരും ചെയ്ത തെറ്റിന്റെ പേരിൽ അന്നേരം തന്നെ ശിക്ഷ കൊടുക്കാമെന്നായിരുന്നെങ്കിൽ ലഅജ്ജല ലഹുമുൽ അദാബ, ശിക്ഷ വളരെ വേഗത്തിലാക്കുമായിരുന്നു. പക്ഷെ അള്ളാഹ് അങ്ങനെ ചെയ്യല്ല. ആളുകൾ ചെയ്ത തെറ്റിന്റെ പേരിൽ, ഓരോരുത്തരും ചെയ്ത തെറ്റിന്റെ പേരിൽ അപ്പോ ശിക്ഷിച്ചു കൊടുക്കുക, ശിക്ഷ അപ്പത്തന്നെ നടപ്പിലാക്കുക എന്നൊരു സമ്പ്രദായം അള്ളാഹ്ക്കില്ല. അതുകൊണ്ടാണ് ആൾക്കാരെ ബാക്കി വെച്ചിരിക്കുന്നത്. ബൽ ലഹും മൗഇദുൻ, ഓരോരുത്തർക്കും ഓരോ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ലൻ യജിദൂ മിൻ ദൂനിഹി, അതിനപ്പുറം അള്ളാഹുവിനെ കൂടാതെ അവർ കാണുകയില്ല. മൗഇലൻ, ഒരഭയസ്ഥാനവും കാണുകയില്ല. ഒന്നുകൂടി അള്ളാഹുവിന്റെ ശിക്ഷയെപ്പറ്റി പറയുമ്പോ അള്ളാഹിന്റെ കാരുണ്യത്തിന്റെ വശവും നന്മയുടെ വശവും കൂടാടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പൊ നമ്മളൊക്കെ നിരാശരായ ഒരു നിവൃത്തിയില്ലാത്തൊരു കോലത്തിലാണെന്ന് വിചാരിക്കേണ്ട. എല്ലാം പൊറുക്കുന്നവനാണ്, പൊറുത്ത് അവസാനിപ്പിക്കൂല, പിന്നെയും കരുണ നൽകുകയും ദയ കാണിക്കുകയും ചെയ്യും പടച്ചോൻ. പിന്നെ ഓരോ മനുഷ്യന്മാരും ചെയ്ത തെറ്റിന്റെ പേരിൽ അപ്പൊ തന്നെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അള്ളാന്റെ രീതി എന്നുണ്ടെങ്കിൽ ശിക്ഷ എളുപ്പത്തിൽ വരികയും നശിപ്പിക്കപ്പെടുകയും ചെയ്യണ ഈ മനുഷ്യന്മാരൊക്കെ. പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്യുന്നില്ല. ബാക്കി ബല്ലഹും മൗഇദ്, അവർക്ക് ഒരു നിശ്ചിത സമയം. മൗഇദ് എന്നൊക്കെ പറഞ്ഞാല് നമ്മളൊരാളെ കാണാനോ ഒരു സംഗതി നടത്താനോ ഒക്കെ നിശ്ചയിക്കുന്ന പ്രത്യേക സമയവും നേരമില്ലേ, അതിനാണ് അറബിയിൽ മൗഇദ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഒരു നിശ്ചിത സമയമുണ്ട്, നേരമുണ്ട്. നമ്മൾ ജീവിതത്തിൽ ആലോചിച്ചു ഇതുവരെ അങ്ങനത്തെ ഒരു നേരം നമ്മളാരും ജീവിതത്തിൽ വന്നില്ലെങ്കിൽ ആയിട്ടില്ല എന്ന് കണക്കാക്കിയാൽ മതി. വന്നൂടായില്ല എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതില്ല. അതാണ് ആ പറയുന്നത് ലഹും മൗഇദ്. അതൊരു സമൂഹത്തിന് മാത്രമായിട്ടുള്ള വ്യക്തിക്കോ അതിനാണ് അവസ്ഥ. ഞാൻ കുറെ കാലം ആയാലും നിസ്കരിക്കാൻ നടക്കണം, എന്നിട്ട് അള്ളൊന്നും ചെയ്തില്ലല്ലോ എന്നോ കണക്കാക്കണ മനുഷ്യന്മാരുണ്ട്. ഞാൻ പാനോടും ഉമ്മാനോടൊക്കെ കുരുത്തക്കേട് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ പറയും. ഇതുവരെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഈ ബിസിനസ് മറ്റ് സാമ്പത്തികമായ രംഗത്തൊക്കെ അന്യായം പ്രവർത്തിച്ചാല് അള്ളാഹിന് ശിക്ഷ വരുന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ചെറിയ ധാരാളം ബിസിനസ് സിസ്റ്റം പോലെ പുരോഗതിയാണല്ലോ എന്നൊക്കെ കണക്കാക്കണ മനുഷ്യന്മാരുണ്ട്. പക്ഷെ നമ്മളൊക്കെ അനുഭവം ആലോചിച്ചപ്പോൾ നിങ്ങൾ ലഹും മൗഇദ്, ഓരോരുത്തർക്കും ഓരോ സമയം നിശ്ചയിച്ചു. മൗഇദിന് നിശ്ചിത സമയം അവിടെ വരുന്നുണ്ട്. വലൻ യജിദൂ മിൻ ദൂനിഹി മൗഇദ, അതിനപ്പുറം മറ്റൊരു രക്ഷാസമയം രക്ഷാ സന്ദർഭം അവർ കാണൂല. ആ മൗഇദ് വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷയ്ക്ക് യാതൊരു പഴുതുമില്ല, അവിടെ രക്ഷിക്കപ്പെടുന്നേ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ നാട്ടിൽ വലിയ ബിസിനസിന്റെ ആളുകളായിട്ട് ആ ബ്ലേഡ് കമ്പനിയൊക്കെ നടത്തിയിട്ട് വേലസി നടന്ന മനുഷ്യന്മാരുണ്ട്. പിന്നെ ഈ കാര്യപ്പെട്ട ബിസിനസ് രംഗത്തേക്ക് അവിടേക്ക് ഇവിടേക്ക് ഇതിലെല്ലാം പോയി എവിടെല്ലാം ആയി. ആ ഓഹരി തട്ടിപ്പ് നടത്തിയ മനുഷ്യന്മാരെ പറ്റി കാലിച്ചു നിങ്ങൾ എന്തെല്ലാം ചെയ്തു കൂട്ടിയവര്. നാട്ടിലെ മാന്യന്മാരെ നിന്നതൊക്കെ മാർക്ക് തിരുത്തിയിട്ട് MBBS മറ്റും അഡ്മിഷൻ വാങ്ങിയ, കോഴ്സുകൾക്ക് അഡ്മിഷൻ വാങ്ങിയ കുറെ കുട്ടികളുണ്ടായിരുന്നല്ലോ, കുറെ രക്ഷകർത്താക്കളും ഉണ്ടായിരുന്നു.
ജാതി മാറ്റി വാങ്ങിയിട്ട് തെറ്റായ ജാതി കാണിച്ചിട്ട് ജാതിന്റെ കെയർ ഓഫ് റിസർവേഷനിലൊക്കെ സീറ്റ് വാങ്ങി പഠിച്ച കുറെ കുട്ടി നമ്മളാരും അറിയില്ല. മനുഷ്യന്മാരും ആ സംഭവം തന്നെ അറിഞ്ഞില്ല. അങ്ങനെ പേര് മാറ്റിയിട്ട് ഇവര് ചുളുവില് സീറ്റ് നേടിയിട്ടുണ്ട്, അങ്ങനത്തെ കുറെ കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അവരൊക്കെ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെന്നോ ഒന്നും മനസ്സിലായില്ല.